ശാസനയും ഏൽക്കാൻ കഴിയാതെ വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്തിന് റബ്ബേ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഹിക്മത്തായിരിക്കും അതിന്റെ ഉത്തരം നമുക്കറിയില്ല. എന്നാൽ വഹുവൽ അസീസുൽ ഹകീം, അള്ളാഹു ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു യുക്തിയുണ്ട്. എല്ലാ യുക്തിയും നമുക്ക് മനസ്സിലാവൂല. അങ്ങനെ മനസ്സിലായ പിന്നെ മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സമർപ്പിക്കാനാ. സമർപ്പിക്കുക എന്ന് പറഞ്ഞ തലക്ക് തിരിയാത്തതിന് വരെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴേ സമർപ്പണാവുള്ളൂ, അല്ലേ? ഒരു ഡോക്ടർ മരുന്ന് എന്നിട്ട് പറയാം ഇത് കുടിച്ചോളി. അല്ല ഡോക്ടർ, ഇത് എന്തിനുള്ള മരുന്ന? ഇത് നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് നോർമലാകാനും ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന ക്ഷീണം വരുന്നില്ലേ, അതിനുള്ളതാണ്. അപ്പം നമ്മൾ കുടിക്കും, അല്ലേ? ആ അസുഖം നമുക്കുണ്ട്, ഡോക്ടർ ഗുളിക എഴുതി, നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ പോയിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ കുട്ടനാട് നിന്ന് കിട്ടാൻ സാധ്യതയില്ല, ചിലപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോകേണ്ടി വരും. അല്ല ഡോക്ടർ, ഇത് എന്തിനുള്ളതാ? അതൊന്നും ചോദിക്കണ്ട, നിങ്ങളിത് കുടിച്ചോളി. നമ്മൾ കുടിക്കുമോ? ഇല്ല. ആ ഡോക്ടർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടറെ കാണാൻ വേണ്ടി പോകും, അല്ലേ? ഹിക്മത്ത് അറിയാതിരിക്കുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ ഒരു പ്രയാസമാണ്. എന്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവന് വലഹു അസ്ലിമു, പടച്ചവന് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം, സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ യജമാനൻ അടിമയോട് പറയാണ്, നീ ഈ സ്റ്റേജ് എടുത്തിട്ട് തലയിൽ പൊക്കിയിട്ട് അങ്ങോട്ട് നടക്കണം, കുട്ടനാട് വരെ നടക്കണം എന്ന് പറഞ്ഞു. പടച്ചവനെ, ഈ സ്റ്റേജ് ഒരു പലക പോലെ എൻ്റെ തലയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്തിന് യജമാനെ വേറെ സ്റ്റേജ് അവിടെ കെട്ടി തന്നാ പോരെ എന്ന് അവിടെ ചോദ്യമില്ല. പറഞ്ഞത് ചെയ്യണം, തല കൊണ്ടൊന്ന് പൊക്കാനെങ്കിലും നോക്കണം. പറ്റിയോ ഇല്ലത് വേറെ വിഷയം, പറഞ്ഞതനുസരിക്കണം. അതാണ് ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് അള്ളാഹും അബ്ദും തമ്മിലുള്ള ബന്ധം. പടച്ചവൻ പറഞ്ഞതനുസരിക്കുക, തിരിഞ്ഞാലും ഇല്ലെങ്കിലും. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിയുണ്ട്. അള്ളാഹ് പറഞ്ഞതിന്റെ ഉദ്ദേശം നോമ്പൊലിക്കൽ ഇപ്പോൾ ശരിയാണ്, തടിക്കൊക്കെ ഒന്ന് ഈ കൊളസ്ട്രോളും ഈ കല്യാണം തക്കാരത്തിനൊക്കെ പോയി ചോറ് വെച്ചിട്ടേ എന്തായാലും തടിക്കൊന്ന് ശരിയാവാൻ നല്ലതാ, നോമ്പായിക്കോട്ടെ. സക്കാത്ത് പിന്നെ പരസ്പരം സഹായം, അത് നിസ്കാരം പിന്നെ ഒരു കോൺസെൻട്രേഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് പലതും പറയാം. അപ്പൊ ഹജ്ജോ? എന്തിനാ ഹജ്ജ്? ഒന്നും മനസ്സിലാവില്ല. എന്തിനാ മക്കത്തൊക്കെ എന്നെ അള്ളാഹ് വിളിച്ചത്? ഇവിടെ എവിടെയെങ്കിലും പോയാൽ പോരായിരുന്നു? എന്ത് സഫാ മർവന്റെ ഇടയിൽ എന്തുകൊണ്ട് കഅബയെ ഇടതുവശം ചേർത്ത് വെച്ച് തവാഫ് ചെയ്യണം, 7 തവണ ചുറ്റണം? എന്തിനാ ജംറ എറിയാൻ പറഞ്ഞത്? എന്തിനാ മുടി മുറിക്കണം, അല്ല ഹൽഖ് ചെയ്യണം എന്ന് പറഞ്ഞത്? ഹിക്മത്ത് മനസ്സിലാവൂല, ചരിത്രം മനസ്സിലാവും. ഇന്ന ചരിത്രമായി എന്തേ അള്ളാഹു ഫറളാക്കിയത്? ഇസ്ലാമിന്റെ അവസാനത്തെ 5ാമത്തെ റുക്കനാണിത്. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം പൂർത്തിയായി എന്നാ പറയാ. എന്താ സംഭവം എന്നറിയോ? അള്ളാഹു പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്ത് അവിടെ ചോദ്യമല്ല, അള്ളാഹ് എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇസ്ലാം അങ്ങനെയാണ്. പടച്ചവനെ ബോധ്യപ്പെടുകയും ഖുർആൻ ബോധ്യപ്പെടുകയും ചെയ്യുന്നവരെ നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ ആലോചിക്കാം. ഖുർആൻ എന്തുകൊണ്ട് ഇങ്ങനെയാണ്? പുണ്യനബി ഞങ്ങളുടെ നുബുവത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചിന്തിക്കണം, ചരിത്രം പഠിക്കണം, ബുദ്ധി വേണം, ഒക്കെ വേണം. പക്ഷേ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പറഞ്ഞതനുസരിക്കല. പിന്നെ അവിടെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നില്ല, ചെയ്യാൻ പാടുള്ളതുമല്ല. വിശുദ്ധ ഖുർആനിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ഖുർആനിലെ കണ്ടന്റുകളെ. പക്ഷേ ഖുർആനിലേക്ക് എത്തിപ്പെടുന്നത് വരേക്കും ചോദ്യങ്ങളാവാം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമിഅനാ വഅതഅനാ സമഅൻ വതആഅ, അള്ളാഹു നീ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിച്ചു റബ്ബേ, അപ്പോഴേ മുസ്ലിം എന്ന് പറയുള്ളൂ. എല്ലാത്തിന്റെ ഹിക്മത്ത് തിരിയണം എന്നില്ല, അള്ളാഹു തിരിച്ചു തരൂല. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, പറയൂ നബിയെ, പറഞ്ഞു കൊടുക്കണേ, ജനങ്ങളോട് അറിയിച്ചു കൊടുക്കണമേ. അവർ ജീവിക്കാൻ പോകുന്ന ലോകം ദുരിതങ്ങളുള്ള ലോകം തന്നെയാണ്, പ്രയാസങ്ങളുള്ള ലോകമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലല്ലോ എന്ന വേദന, മക്കളുള്ളവർക്ക് അവരെ എങ്ങനെ കെട്ടിച്ചേക്കാൻ പഠിച്ചോനെ, ഇവരെങ്ങനെയാ പഠിപ്പിക്കുക? ഒരു ഉമ്മ പറയുന്നത് കേട്ടു. ഒരാളോട്, പെൺകുട്ടി മാത്രമുള്ള ഒരാളോട് ഒരു ഉമ്മ പറയാ, പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, ഒരു ആൺകുട്ടി നിങ്ങൾക്കില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. ആൺകുട്ടിയുള്ള എൻ്റെ വേദന എനിക്കേ അറിയുള്ളൂ. +2 ഒക്കെ കഴിഞ്ഞാൽ അവർ നമ്മളോട് തിരിച്ചു പറയുന്ന വാക്ക് കേട്ടാലേ വേണ്ടായിരുന്നു ആൺകുട്ടി എന്ന് തോന്നിപ്പോകുന്നു. ഇല്ലാത്തവർക്ക് ഇല്ല എന്ന വേദനയല്ലേ, ഉള്ളവരുടെ വിഷമം. അവർ പുറത്തുപോയി വരുമ്പോഴേക്കും അവരുടെ സ്വഭാവം മാറുന്നുണ്ട്. അവർ നമ്മളോട് മറുത്ത് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോവുകയാണ്. റബ്ബേ, എൻ്റെ മക്കൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? എന്നാൽ പെൺകുട്ടികൾ അങ്ങനെ പറയൂലട്ടോ, നല്ല സ്നേഹമുള്ള മക്കളായിരിക്കും പെൺകുട്ടികൾ.
ഞാൻ പറയുന്നത്, ഉള്ളവർക്ക് ഉള്ളതിൻ്റെ വിഷമമുണ്ടാവും, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ടാവും. ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നായിരിക്കും മകളെക്കുറിച്ച് ഒരു ഉപ്പയുടെ ആഗ്രഹം. കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഇനിയൊക്കെ കുട്ടികൾ ഉണ്ടാവൂലേ? എപ്പോഴാണ് ഉണ്ടാവുക? 2 കൊല്ലായില്ലേ ഇവിടെ ചോനെ. അപ്പോൾ കുട്ടികളാവുന്നവരെ, അപ്പോൾ ഗർഭമുണ്ട്, വിശേഷമുണ്ട്, ഭയങ്കര സന്തോഷം. ഇനി ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? കയ്യും കാലും കണ്ണൊക്കെ ഉണ്ടാവോ? എന്തെങ്കിലും വിഷമമുണ്ടാവോ? ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആരോഗ്യമുണ്ടോ? കാണാൻ ചൊറുക്കുണ്ടോ? കുട്ടീൻ്റെ ചിരി എങ്ങനെ നടക്കാൻ പറ്റുമോ? പിന്നെ വേദന അതാണ്. എൻ്റെ കുട്ടി സംസാരിക്കുമോ? 1 കൊല്ലം കഴിഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല കാര്യമായിട്ട്. എൻ്റെ കുട്ടി സംസാരിക്കുമോ? വേദന തുടങ്ങി. എണീറ്റ് നടക്കുന്ന എൻ്റെ കുട്ടി എണീറ്റ് നടക്കുമോ? നടക്കാൻ തുടങ്ങി. ഇനി സ്കൂൾക്ക് മദ്രസയിലേക്ക് നടന്നു പോകുമ്പോൾ അടച്ചോ എൻ്റെ കുട്ടി നടക്കുമ്പോൾ ഇപ്പുറത്തുമല്ല ബൈക്ക് വന്ന് തട്ടിപ്പോവോ എൻ്റെ കുട്ടീനെ. ഇങ്ങനെ ജീവിതം മുഴുവനും ടെൻഷനാണ്. ഓരോന്നും നമ്മൾ വ്യാകുലതയോടുകൂടിയാണ് കാണുക. മരിക്കുന്നവരെ, നമ്മൾ മരിക്കണവരെ. മനുഷ്യനെ അള്ളാഹു പടച്ചത് ത്യാഗത്തിലാണ്. എപ്പോഴും ത്യാഗവും സങ്കടവും വിഷമവുമാണ്. അതുകൊണ്ട് ഹബീബേ, ജനങ്ങളോട് പറയണമേ, ഖുല്ലൻ യുസീബനാ, നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങളുടെ മൗലയായ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ റിലാക്സ്, പിന്നെ സമാധാനിച്ച് ജീവിക്കുക. പിന്നെ വരാൻ പോകുന്ന അള്ളാഹുവിന്റെ ഖദാ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, എൻ്റെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവേ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു നന്മ എനിക്ക് വരണമെങ്കിൽ, ഒരു ഫസാദോ ഒരു ഫിത്നയോ എന്നിലേക്ക് വരാതിരിക്കണമെങ്കിൽ അല്ലാഹുവേ നിന്റെ കഴിവല്ലാതെ മറ്റൊന്നും അവിടെ ഇടപെടാനില്ല റബ്ബേ എന്ന് പറഞ്ഞൊരാൾ ഇറങ്ങിയാൽ കുഫീത വൗഫീത വവുഖീത എന്ന് മലക്കുകൾ അവനോട് പറയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആണിനോടും പെണ്ണിനോടും നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഇറങ്ങാണ്. പിന്നെ സംഭവിക്കുന്നത്, ടെൻഷൻ അടിക്കരുത്. ഓവറായിട്ട് നമ്മൾ മലയാളികൾ മൊത്തത്തിൽ ടെൻഷൻ കൂടുതൽ. നമ്മൾ ഗൾഫിലൊക്കെ അബുദാബിയിലെ നമ്മൾ നൗഷാദ് ഭായ്, ഉമർ ഹാജിയും അവരൊക്കെ സ്ഥിരം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇടയ്ക്ക് പറയുന്നൊരു വിഷയം, നമ്മുടെ മലയാളികളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും മലയാളികളാണെന്ന്. ഗൾഫിലൊക്കെ പല നാട്ടുകാരും അല്ലേ, ഒരു ചിരിയോ ഒരു സന്തോഷവും ഇല്ലാണ്ട് ഇങ്ങനെ ഈ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് മിണ്ടാണ്ട് തലതാഴ്ത്തി ഇങ്ങനെ പോകുന്ന അത് നമ്മൾ നാട്ടുകാരെന്ന് ഉറപ്പാണ്. നമ്മൾ എന്തോ വരാൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടനെ കെട്ടിക്കണ്ടേന്നാ കരപ്പ് ആലോചിക്കുന്നുണ്ടാവുക. ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരു പുഞ്ചിരിക്കാൻ പോലും ആർക്കും സമയമല്ല. അത് സ്വതക്കയാന്നൊക്കെ ഹദീസ് കേട്ടിട്ടുണ്ട്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ, നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾക്ക് സ്വതക്കയാണ്. ആ സ്വതക്ക നമ്മൾ മലയാളി മുസ്ലിമീങ്ങൾ കിട്ടൽ വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ചിരിക്കാന്നല്ലാണ്ട് എപ്പോഴും ഒരു മനുഷ്യനോട്, ഒരാളെ കാണുമ്പോഴേ, ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് നല്ല മുഖത്തോടുകൂടെയും എൻ്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടേ ഞാൻ ചിരിക്കുള്ളൂ എന്നിട്ട് തീരുമാനിച്ച പോലെ, അത് മരിക്കുമ്പോഴല്ലേ തീരുള്ളൂ. അതിൻ്റെ മുമ്പൊക്കെ ചിരിച്ചു കിട്ടേണ്ട പോലെ സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെടില്ല. എത്രയോ സ്വതക്കകൾ നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ, ഞാൻ ഇപ്പം പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറയാം, നിങ്ങളെ മുഖമൊക്കെ ഇങ്ങനെ മാറുന്നത് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് സന്തോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ കുറേ ടെൻഷനുകളുണ്ടാവാം. അതിപ്പോൾ ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വെക്കുക എന്നല്ലാണ്ട് ഞാൻ എൻ്റെ ടെൻഷനൊക്കെ ആലോചിച്ച് പടച്ചോനെ എന്തൊക്കെ പ്രയാസങ്ങൾ അത് ഇത് എന്നൊക്കെ, അത് എൻ്റെ മുഖത്ത് വരുന്നതിലൂടെ നിങ്ങളുടെ മുഖങ്ങളിൽ, നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് എനർജി കയറുകയാണ്. അപ്പൊ നിങ്ങൾക്കും സങ്കടാവുകയാണ്. രാവിലെ എണീക്കുമ്പോഴേക്കും അൽഹംദുലില്ലാഹ്, എന്തൊരു നല്ല ദിവസമല്ലേ, അള്ളാഹുവിന്റെ ദിവസം, യൗമുൻ ജദീദ്, ഇതൊരു പുതിയ ദിവസമാണ്, പുതിയ അമലുകളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഖൈറായ അമലുകളെ കൊണ്ട് നന്നായിട്ട് മുതലെടുക്കണം, നല്ല ദിവസമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടുമുട്ടുന്നൊരു നേരവും. നേരെ മറിച്ച് ഒരു കോണമല്ല, ദാ ഇങ്ങനെ ഉണരണേ മരിക്കണ് ജീവിക്കണ് നല്ലാണ്ട് എന്ത് ജീവിതം, എന്ത് രാവിലെ, എന്ത് വൈകുന്നേരം, നയാ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മനുഷ്യനും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില സദസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ പറയും, ആ മനുഷ്യൻ അവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സമാധാനായേനെ, അയാൾ എന്തിനാ അവിടെ വന്നത്.
ചില ആളുകൾ അവിടെ കണ്ടില്ലെങ്കിൽ എന്തേ അയാൾ വരാതിരുന്നത്? അയാൾ വരേണ്ടിയിരുന്നു അവിടെ. എന്ത് രസമായിരിക്കുമല്ലേ അവരുടെ സാന്നിധ്യം, അവരുടെ വർത്തമാനം കേൾക്കാൻ, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. ചില ആളുകളുടെ വർത്തമാനങ്ങൾ നെഗറ്റീവായി, എപ്പോഴും കുറ്റവും വിഷമവും ഇതന്നെ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ആ വിഷമങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മാറ്റിവെച്ച് ജനങ്ങളോട് സന്തോഷം പറയുന്ന ആളുകൾ. ഈ രണ്ടാമത് പറഞ്ഞതിലാണ് നമ്മൾ പെടേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ? ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന്റെ എത്രയോ ആണ്ടുകൾ എന്ന് പറഞ്ഞൂടെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ച ചില ഖദറുകളിൽ എന്തൊക്കെയാണോ റബ്ബ് രേഖപ്പെടുത്തിയത്, ആ ഖലാഉകൾ മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ എന്നല്ലാതെ ആര് വിചാരിച്ചതുകൊണ്ടോ, ആരെന്തെങ്കിലും പ്ലാൻ ചെയ്തതുകൊണ്ടോ, ആരുടെയെങ്കിലും ഗൂഢമായ ചില ചിന്തകളെ കൊണ്ടോ ഒന്നുകൊണ്ടും അല്ലാഹുവേ എന്റെ ശരീരത്തിനോ, എന്റെ ഇസ്സത്തിനോ, എന്റെ കുടുംബത്തിനോ, എന്റെ പ്രവൃത്തികൾക്കോ തടസ്സമാവാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്നാൽ അല്ലാഹുവേ, നീ എങ്ങാനും ഒരു ഖലാ എനിക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തട്ടി മാറ്റാനും ആരെ കൊണ്ടും കഴിയില്ല. റബ്ബേ ഹുവ മൗലാന, ആ അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷകൻ. ആ റബ്ബ് നമ്മുടെ സംരക്ഷകനാണ്. സംരക്ഷകനായ റബ്ബ് നമുക്ക് വേണ്ടി നൽകുന്ന ഓരോന്നും അതിൻ്റെതായ ഫലമുണ്ടാക്കും. ഒരു ഡോക്ടർ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ, ഇഞ്ചക്ഷൻ വേദനയാണ്, പക്ഷേ വരാൻ പോകുന്നതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് സാധ്യതയുള്ള ചില അസുഖങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനാണിത്. വേദനയാണ്, പക്ഷേ വേദനയിൽ ഹുവ മൗലാന, അല്ലാഹു നമ്മുടെ സംരക്ഷകനല്ലയോ? അവൻ തരുന്ന വേദനക്ക് മധുരമുണ്ട്. ഒരു കുഞ്ഞൊരു ഉമ്മാക്കും ഉപ്പാക്കും മരണപ്പെടുകയാണെങ്കിൽ ഫഹ്തസബാ, അവ രണ്ടുപേരും അല്ലാഹുവേ നിന്റെ ഒരു പരീക്ഷണം സംഭവിച്ചു റബ്ബേ, ആ പരീക്ഷണത്തിൽ ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് റബ്ബേ എന്ന് പറയുകയും, വഹമിദ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മനസ്സിന് വെറുപ്പില്ല എന്ന് അള്ളാഹുവിനെ ബോധിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ഉമ്മയും ഉപ്പയും പറയുക കൂടി ചെയ്താൽ അള്ളാഹു തആല സ്വർഗ്ഗലോകത്ത് ബൈത്തുൽ ഹംദ്, സ്തുതി പറഞ്ഞതിന് കിട്ടുന്ന വീട് എന്ന് പറയുന്ന വലിയൊരു കൊട്ടാരം, കുഞ്ഞുങ്ങൾ മരിച്ചുപോയതിൽ നൊമ്പരപ്പെടുന്ന ഉമ്മമാർ അള്ളാഹുവിന്റെ ഖലായിൽ മനസ്സുകൊണ്ട് സമർപ്പിതമാവുകയും അള്ളാഹുവിനോട് അൽഹംദുലില്ലാ റബ്ബേ, നീ ചെയ്തത് ഖൈർ തന്നെയാണ് അള്ളാഹുവേ, ഞങ്ങൾക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്, എന്നാൽ നീ ചെയ്തത് ഖൈറാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കേണ്ട നേരമാണത്. അത് ചെയ്യുന്നവർക്ക് ബൈത്തുൽ ഹംദ് എന്ന കൊട്ടാര വീട് അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൃദ്ധയായൊരു ഉമ്മ തഫൂറു ബിൽ ഹുമ്മാ, ആ ഉമ്മാക്ക് ശക്തമായ പനിയാണ്. പനി പിടിച്ച ആ ഉമ്മ പനിയെക്കുറിച്ച് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ അരികത്തുകൂടെ കടന്നു പോകുമ്പോ പറഞ്ഞു, ഉമ്മാ, നിങ്ങൾ പനിയെ കുറ്റം പറയില്ലിൻ, ലാ തൽഅനീ, പനിയെക്കുറിച്ച് ശാപവാക്ക് പറയില്ലിൻ, പനി ക്ഷീണമാണ്, പനി ബുദ്ധിമുട്ടാണ്. അള്ളാഹു നമ്മുടെ രോഗികൾക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. പുണ്യനബി വഫാത്തായത് പനി ബാധിച്ചുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിഫ അള്ളാഹു നൽകട്ടെ. ഉമ്മ, നിങ്ങൾ പനിയെക്കുറിച്ച് ഇങ്ങനെ പരാതിപ്പെടലിൻ, ഫഇന്നൽ ഹുമ്മാ, തീർച്ചയായും പനി എന്ന് പറയുന്നത് മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിച്ചു കളയുന്ന പ്രായശ്ചിത്തമാണ് ഉമ്മ. അള്ളാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, നിങ്ങൾ പോലും മറന്നുപോയത്, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഒരു ജലദോഷം കൊണ്ട്, ഒരു പനി കൊണ്ട്. ഒരുപക്ഷെ നമുക്കൊന്നും ആ ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഓർത്ത് അല്ലാഹുവേ ആ തെറ്റെനിക്ക് പുറത്തു തരണേ, ഈ തെറ്റ് പുറത്തു തരണേ, ഞാൻ ആ പറഞ്ഞത്, ആ നോക്കിയത്, ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയത്, ഇതൊന്നും ഓർക്കാൻ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. അതിനല്ലാഹു നമുക്ക് പകരം എന്ത് ചെയ്യുന്നറിയോ? ഒരു തൊണ്ടവേദന, ഒരു അസുഖം, ഒരു പനി, ഒരു വയറിളക്കം, ഒരു ബാക്ക് പെയിന്, ഒരു മുട്ടുകാലിന് വേദന. ഈ വേദന നമ്മൾ അനുഭവിക്കുന്നതോടുകൂടെ അള്ളാഹു നമ്മൾ ആ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരാൻ. അപ്പോ ആ പനി ബാധിച്ചത് ഖൈറാണോ അല്ലയോ? ഖൈറല്ലേ. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ
ولا نصب ولا وصب حتى الشوكة يشاكها إلا كفر الله بها خطاياه. നിങ്ങളുടെ മനസ്സിന് ഒരു വേദന ഉണ്ടായാൽ, ഒരു സങ്കടമുണ്ടായാൽ, നമുക്ക് എത്ര സങ്കടമുള്ള വിഷയങ്ങളുണ്ടാവും, എത്ര വേദനയുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എത്ര വിഷമിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മഹലിന്റെ വിഷയങ്ങളാവാം, നമ്മുടെ സംഘടനാ വിഷയങ്ങളിലുള്ള വേദനയാവാം, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാവാം, ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ടാകാം, പലതും കണ്ടുകൊണ്ടാകാം, പലതും വീട്ടിലെ സ്വന്തം വീടിനുള്ളിലെ വിഷയങ്ങളാവാം, ഭാര്യയ്ക്ക് വിഷമായത്, മക്കൾക്ക് വിഷമായത്, മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായത്, ഇതൊക്കെ നമ്മൾ വിഷമിക്കല്ലേ. ഓരോ മനസ്സിന്റെ വേദനയും അല്ലാഹു അറിയുന്നുണ്ട്. ആ ഓരോ വേദനക്ക് പകരവും അല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ റബ്ബ് ഒരു വൃക്ഷത്തിന്റെ, ഉണങ്ങിയ വൃക്ഷത്തിന്റെ ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങളുടെ തെറ്റുകളെ അല്ലാഹു പൊറുപ്പിച്ചു കളയുന്നുണ്ട്. സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട്, പനി കൊണ്ട്, വലാ നസബിൻ വലാ വസബിൻ, വേദന, ക്ഷീണം, ടയർഡാവും എന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ ടയർഡാവും, ചിലപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റൂല. നൗഷാദ് ഭായി പറയുന്നുണ്ട്, നൗഷാദ് കൂടെ ഇവിടെ അല്ലേ, ആ ബസ്സിനെ കൊണ്ടുപോയത് ഭക്ഷണം കഴിക്കാനല്ലേ. നമ്മുടെ പരിപാടി തുടങ്ങാൻ സമയമായപ്പോഴേ എന്നോട് പറഞ്ഞു, സാറേ കുറച്ചു നേരം കിടക്കുന്ന വെച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോവും, എനിക്ക് അത്രയ്ക്ക് ക്ഷീണുണ്ട്. പക്ഷെ ഉറങ്ങാനല്ലല്ലോ കുട്ടനാട്ടേക്ക് വന്നത്, കോടനാട് അല്ലേ, കോടനാട്, കുട്ടനാടിനടുത്തൊരു കോടനാട്. അപ്പോൾ കിടന്നാൽ ഉറങ്ങും, ക്ഷീണുണ്ട്. ഇപ്പോൾ നമ്മുടെ മൈക്കിൻ്റെ, നമ്മുടെ സലാം സാഹിബ് പനി പിടിച്ചിട്ട് ഗുളി പിടിച്ചിട്ട് അവിടെ ഇരിക്കണത്. ഇന്നലെ പെരുമ്പാവൂരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇങ്ങോട്ട് ഓടിയെത്തി. യാത്രയും ക്ഷീണവും ഉറക്കൊഴിക്കലും ഒരൊറ്റ പ്രതീക്ഷയാണ്, പടച്ചോനെ നീ സ്വീകരിക്കണേ, പടച്ചോനെ അള്ളാഹു സ്വീകരിക്കണേ റബ്ബേ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ക്ഷീണം. ഇപ്പോൾ പോയി കിടന്നാൽ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. 10 മണിക്ക് ഉറങ്ങുന്ന, സ്ഥിരം ഉറങ്ങുന്ന ഉപ്പമാർ ഈ സദസ്സിലിരിക്കുന്നുണ്ടാവും. ഒരു വേളല്ലേ, അതുകൊണ്ടൊന്ന് ഇരിക്കാം, ദുആക്ക് ഉത്തരമുള്ള മജ്ലിസല്ലേ, അത് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. എന്ത് ടെൻഷനും ക്ഷീണവും ഉണ്ടെങ്കിലും പിന്നെ പറഞ്ഞു മുള്ളു കുത്തിയാലേ, ഒരു മുള്ളു കാലിൽ കുത്തി, അത് കുപ്പിച്ചില്ലായിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാളുടെ കൈകൊണ്ട് കുത്തിയതായിക്കോട്ടെ, എന്ത് വേദനയുണ്ടോ അതിനൊക്കെ ഉള്ള തെറ്റുകൾ ഇങ്ങനെ ഓർത്തിരുന്നു. യാ അല്ലാഹ്, അതുകൊണ്ടാണ് മുഅ്മിനിന്റെ ജീവിതം അത്ഭുതമാണ്. ഇത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല എന്ന് നബി തങ്ങൾ പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ പഠിപ്പിക്കണേ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിനോട് ചേർത്ത് വെച്ച് പറയണം, അല്ലാഹു എനിക്ക് കണക്കാക്കിയത്, എന്റെ ജീവിതത്തിന് അല്ലാഹു നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ചത് മാത്രമേ എന്നിൽ സംഭവിക്കുന്നുള്ളൂ. ചില വിവാഹം പ്രയാസമായിരിക്കും, അത് അല്ലാഹുവിന്റെ ഖളാ ആയിരിക്കും. ചില വീടുകളിൽ മരുക്കളും അമ്മായിമ്മമാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മക്കളും വാപ്പയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ജ്യേഷ്ഠാനുജന്മാരും പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആരും ഉണ്ടാക്കി വെച്ചതല്ല, പക്ഷെ അങ്ങനെ ആയിത്തീർന്നു കാര്യങ്ങൾ. അല്ലാഹുവേ, വലിയൊരു പരീക്ഷണമാണ് റബ്ബേ, നീ അത് നീക്കിത്തരയണമേ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പക്ഷെ അതൊരു മുസീബത്താണ്, അല്ലാഹു തന്നൊരു മുസീബത്താണ്, അതിൽ ഖൈറുണ്ടാകും. കുല്ലൻ യുസീബനാ, പറയുക നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് എന്താണോ നിശ്ചയിച്ചു വെച്ചത് അത് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ, നമുക്ക് മേൽ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അല്ലാഹു നമ്മുടെ സംരക്ഷകനല്ലയോ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിനെയാണ് മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. ഗൾഫിലുള്ള മൂത്ത മോനല്ല, അല്ലെ അങ്ങാടിയിലുള്ള പീടി റൂമിന്റെ മേൽക്കല്ല തവക്കുലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനമോ 5 സെന്റ് ഭൂമിയോ അല്ല നമ്മൾ തവക്കുലാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള കാശിലേക്കല്ല തവക്കുലാക്കേണ്ടത്. അല്ലാഹുവില്ലേ പടച്ച തമ്പുരാൻ ഒരു വഴി കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ നബിയെ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖിനോട് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന മോനുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ സംഭവമുണ്ട്. അബൂ സൈഫുൽ ഖയ്യിം എന്ന് പറയുന്ന, അബൂ സൈഫ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ ഭാര്യയാണ് ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിരുന്നത്. ഇബ്രാഹിം എന്ന കുഞ്ഞ്
2 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ വഫാത്തായ മറിയത്തുൽ ഖിബ്തിയ എന്ന അഷ്റഫുൽ ഖൽഖിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ഇണയായി നൽകിയ അടിമ സ്ത്രീയായിരുന്ന മറിയ ബീവിയിൽ നിന്ന് നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ കുട്ടിയെ പറ്റി അലൈഹിസ്സലാം എന്ന് പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാം, വലിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. ഇത് ഹബീബിന്റെ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം. തങ്ങളുടെ അഹ്ലു ബൈത്തിനെ പറ്റി അലൈഹിസ്സലാം എന്ന് പറയാം എന്നാണ്. അലി തങ്ങളെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹ എന്ന് പറയുന്ന പോലെ തന്നെ അലൈഹിസ്സലാം എന്ന് പറയുന്നവരുമുണ്ട്. ഫാത്തിമ ബീവിയെ കുറിച്ച് അലൈഹസ്സലാം റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ മതി, അലൈഹസ്സലാം എന്നും പറയാം. തങ്ങളുടെ മക്കളെക്കുറിച്ച് അവരുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ ചെല്ലാൻ പറ്റുമെന്നാണ് പണ്ഡിത മതം. ഏതായിരുന്നാലും അലി മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഒരു കൊച്ചുകുട്ടിയാണ്. 2 വയസ്സിൽ താഴെ പാല് കുടിക്കുന്ന പ്രായത്ത് മരണപ്പെട്ടു പോയ കുഞ്ഞാണത്. അബൂ സൈഫ് അൽ ഖയ്യിം എന്ന് പറയുന്ന നബി തങ്ങളുടെ സ്വഹാബിയുടെ ഭാര്യ, അവരുടെ ഭാര്യയാണ് ഉമ്മു സൈഫ് ബീവിയാണ് ആ കുട്ടിക്ക് പാല് കൊടുത്തിരുന്നത്. നമ്മുടെ പ്രവർത്തകരൊക്കെ സജീവമായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് കാര്യമായ ചില സഹായങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. നമ്മുടെ ഈ പരിപാടി പോലും നമ്മുടെ യതീംഖാനയുടെ അങ്കണത്തിൽ വെച്ച് നടത്തുന്നത്. നമ്മുടെ മക്കൾക്ക് ഒരു മാസത്തിൽ 3 ലക്ഷത്തിലേറെ രൂപ ചെലവ് വരുന്ന ഒരു വലിയ ഒരു സ്ഥാപനമാണിത്. നമ്മുടെ കോടനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അഭിമാന സ്ഥാപനമാണ്. ഫളീല ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾ ഇവിടുന്ന് എത്രയോ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? 93 കുട്ടികൾ, 140 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 93 കുട്ടികൾ ഇവിടെ താമസിച്ചു പഠിക്കുന്നവരാണ്. അതിൽ ഉമ്മയും വാപ്പയും ഇല്ലാത്ത മക്കളടക്കം അനാഥരും അഗതികളുമായ ആളുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ സ്ഥാപനം. സിദ്ദീഖുൽ അക്ബർ യതീംഖാന. ഇതിലേക്ക് സംഭാവനകൾ ചെയ്തവർ, ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിനിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് പഠിക്കാൻ ആവശ്യമായത് 30,000 രൂപയാണ്. അപ്പം ആ ഒരു 93ഓളം കുട്ടികളെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നടത്തിപ്പ് തന്നെ വലിയ വിഷയമാണ്. ഫണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര ടെൻഷനാണ്. അപ്പം നമ്മെ സംബന്ധിച്ചോളം സ്ഥാപനം ആയിക്കഴിഞ്ഞു, അത് റൺ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ആളുകളുടെ വിയർപ്പും ഒരുപാട് ഉമ്മമാരുടെ കമ്മലും വളകളൊക്കെ ആയിരിക്കും ഈ യതീംഖാനയുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അള്ളാഹു അവരൊക്കെ ചെയ്ത സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അതിൻ്റെ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥിനികളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു സന്നദ്ധത മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ഒരു വർഷം കൊണ്ട് ഒരു 30,000 രൂപ നമ്മുടെ കുട്ടികളുടെ ചെലവിലേക്ക് നിയ്യത്ത് ചെയ്യുക. നമുക്കോ പഠിക്കാൻ പറ്റിയില്ല, ആ മക്കളൊക്കെ ചെയ്യുന്നതും അവരുടെ ദുആവും അവരുടെ നിസ്കാരവും അവരുടെ ദിക്റും അവർ ഖുർആൻ ഓതുന്നതും ഈ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ ഉപകാരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ അവർ ചെയ്യുന്നതും അവരെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി ഇതിനു വേണ്ടി സഹായിക്കുന്ന നമ്മളെല്ലാവർക്കും കിട്ടും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതൊരു തൗഫീഖാണ്. ഒരു സംഭാവന ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 70 ഇബ്ലീസുമാർ വന്നിട്ട് പറയും കൊടുക്കല്ലേ 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 കൊടുക്കല്ലേ. 70ഓളം ആളുകൾ പറഞ്ഞിട്ടും ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ. അത്ര നാളെ എനിക്ക് അവിടെ പോകാനുള്ളതല്ലേ, നാളെ ബസ് ഫെയറിന് ഉള്ളതല്ലേ, എൻ്റെ കുട്ടിക്ക് അവിടെ ഫീസ് അടക്കാനായി തുടങ്ങിയില്ലേ, എവിടെ വേറെ വകുപ്പൊക്കെ ഉണ്ടായിരിക്കാം. പ്രയാസപ്പെട്ടുകൊണ്ട് ആരും ചെയ്യരുത്. അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ ഒരു 30,000 രൂപ സ്വന്തം വീടിൻ്റെ ചെലവിൽ നിന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കൊല്ലത്തിൽ എനിക്ക് മാറ്റിവെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പ്രയാസമില്ലെങ്കിൽ ഒരു ഏകദേശം ഒരു മാസത്തിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 3,000 രൂപ അല്ലേ, ഒരു 3,000 രൂപ ഒരു മാസത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര വേണ്ടി വരില്ല. 2000 ചില്ലറ 12 മാസമല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാഹ് സാധിക്കുന്ന ആളുകൾ ഒരു മാസത്തിൽ 2,500 വെച്ച് ഞാൻ തരാം എന്ന് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്കറിയില്ല, അവിടെ ആർക്കും അറിയില്ല, നിങ്ങൾക്കും പടച്ചവനെ അറിയുള്ളൂ. അത് നിങ്ങൾ നിർബന്ധമായും ഒരു അവസരമാണ്, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ ഉസ്താദുമാരും പ്രവർത്തകരൊക്കെ അതുമായി സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം. ഇവിടുന്ന് അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്കണം. എത്ര കുട്ടികളെ ഞാൻ ഏറ്റെടുത്തേക്കാം, എനിക്ക് ഒരു കുട്ടിയെ 2 കുട്ടിയെ 3 കുട്ടിയെ ഒരു വർഷത്തേക്ക് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ പറ്റുന്നവരുണ്ടെങ്കിൽ. മാഷാ അല്ലാഹ്, ഒരു കുട്ടിയെ അവിടുന്ന് ബേക്ക് നമ്മുടെ സുഹൃത്ത് 2 മക്കളെ ബാറക്കല്ലാഹ്, അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബേ.
അള്ളാഹു നീ കബൂൽ ചെയ്യണേ റബ്ബേ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വേറെ ആരും നോക്കണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൈപൊക്കിയാൽ മതി. ഇവിടെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അള്ളാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ. അത് നല്ല നിയ്യത്തല്ലേ? ഒരു നല്ല കാര്യം പറഞ്ഞു, ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ. ഖൈറുൽ ഉമൂരി അജലുഹു, എല്ലാ കാര്യത്തിലും പെട്ടെന്ന്, നന്മയിൽ പെട്ടെന്ന് ചെയ്യലാണ് ഖൈർ. അതിങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് അള്ളാഹു നമുക്കെൻ്റെ തൗഫീഖിനെ തട്ടിക്കളയും. പെട്ടെന്ന് തീരുമാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഇല്ലാണ്ടായിപ്പോയി, ഒരു പ്രശ്നമില്ല. ചില ആളുകൾ അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് കച്ചവടം ഉണ്ടായിരിക്കും, മാസത്തിൽ ഇത്ര തരാം. പിന്നെ അവർ കച്ചവടം നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെയും റെസീറ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്ര തരാം, കുടിശ്ശിക ഉണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലേ. അവർക്ക് പറ്റുമെങ്കിൽ തരുന്നതിന് പറഞ്ഞാൽ അതിന് അർത്ഥമുള്ളൂ. അവർ തരുന്നതും തരാതിരിക്കുന്നതും അവർ അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. നിങ്ങളുടെ കച്ചവടം നഷ്ടമായത് നമുക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ അന്ന് ഏറ്റെടുത്തല്ലേ, 2 കൊല്ലം കൊണ്ട് 5 ലക്ഷം ആയിട്ടുണ്ട്, ആ സാധു ബോധം കെട്ട് വീഴും. അങ്ങനെ ചോദിക്കാനേ പാടില്ല. വിഷമിക്കുന്ന സമയമല്ലേ അത്. അവരെ കൊണ്ട് പറ്റുന്ന സമയം അവർ തരും, അത്രേ അതിനർത്ഥമുള്ളൂ. ഇല്ലേ, അവർക്ക് തരാൻ കഴിയില്ല, കഴിഞ്ഞു, വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കൊണ്ടല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും നടത്തും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പറ്റുന്ന ആളുകളൊക്കെ സഹകരിക്കണേ. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. അതിൻ്റെ ഒരു സൗകര്യം, പാൻറ് ഇട്ട് വന്നവർക്കൊക്കെ പേഴ്സ് എടുക്കാനൊക്കെ ഒരു സൗകര്യമാണ് അങ്ങനെ എണീറ്റിരിക്കുമ്പോഴേ. അപ്പോൾ ബക്കറ്റ് വരുമ്പോൾ കൊടുത്തേക്കണേ. ബിസ്മില്ലാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കോടനാട് നിന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് റൗളയിലിരിക്കുന്ന ഹബീബിന് അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന, ചൊല്ലുന്ന ആളുടെ പേരും അവരുടെ വാപ്പാൻ്റെ പേരും തറവാടും അടക്കം അള്ളാഹുവിൻ്റെ മലക്കുകൾ ഡാറ്റകൾ ഹബീബിന് കൈമാറുമെന്ന് ഹദീസിലുണ്ട്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. آمين. അള്ളാഹു ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ഈ സ്വലാത്തുകൾ അതിനൊരു നിമിത്തമാക്കണേ പടച്ചവനെ. നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഹബീബിന്റെ പിഞ്ചുമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന പിഞ്ചുമോൻ മരണത്തിന്റെ അവസാന വെപ്രാളത്തിൽ നിൽക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ വന്ന് പറഞ്ഞു, നബിയേ ഇന്നബ്നക യഹ്തദിറു, അങ്ങയുടെ മോന് മരണം വന്നിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കിടയിൽ നിന്ന് പുണ്യനബി ഓടുകയാണ്. കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. പുണ്യ നബി തങ്ങൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അബു സൈഫ് റളിയല്ലാഹു അൻഹു ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. കൊല്ലെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയാറില്ല അല്ലെ, ഇരുമ്പിന്റെ പണി, ഉലയിൽ തീ വെച്ചിട്ട് അല്ലേ, ഉല എന്നല്ലേ പറയാ, കരുവാൻ ചെയ്യുന്ന ആളെ പേരാണ് കരുവാൻ. ഒരു കരുവാനായിരുന്നു അബു സൈഫ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ശരിയാണോ? നമ്മളവിടെ കരുവാൻ കല്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊണ്ടോട്ടിയിലെ. കരുവാൻ്റെ ഒരു കല്ലുണ്ടായിരിക്കും ചിലപ്പോൾ എന്നാ അവിടെ അല്ലേ, അതുകൊണ്ട് വന്നതാണോ എന്നറിയില്ല. അപ്പോൾ കരുവാൻ പുതിയ ഇൽമാണല്ലോ, അങ്ങനെ ഒരു പേരില്ലത്. നമ്മുടെ നാട്ടിലൊക്കെ കൊല്ലൻ എന്ന് പറയാറുണ്ട്, കൊല്ലപ്പണി കൊല്ലൻ അങ്ങനെ പറയാറുണ്ട്. ബ്ലാക്ക് സ്മിത്ത്സ്, ഇരുമ്പിൻ്റെ പണി എടുക്കുന്ന ആൾക്ക്. അപ്പോൾ നബി തങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബു സൈഫ് തങ്ങളോട് ആളുകൾ പറഞ്ഞു, അബു സൈഫേ തങ്ങൾ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. അന്നൊക്കെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ വേണ്ടി മറ്റു വീടുകളിലേക്ക് കൊടുത്തയക്കുന്ന ഒരു സംവിധാനമുണ്ട്. അബു സൈഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ പുകയൊക്കെ ഒന്ന് മൂടിയിട്ട് തങ്ങൾ വരുമ്പോൾ അവിടെ ഒന്നും പുക ഉണ്ടാവാൻ പാടില്ലല്ലോ, ഒന്ന് വൃത്തിയാക്കണേ. സുബ്ഹാനല്ലാഹ്. നമ്മളുണ്ടല്ലോ അങ്ങനെ ഒരു സയ്യിദ് വരികയാണ്, പരിപാടിയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അവിടെ ഒന്ന് വിഷമൊന്നും ഉണ്ടാവരുത്, അവിടെ ഒരു നാറ്റൊന്നും ഉണ്ടാവരുത്, അവിടെ വൃത്തിയാവണം, ക്ലിയർ ചെയ്യണം വഴി എന്നൊക്കെ ചെയ്യുന്ന പോലെ സ്വഹാബിമാര് പറഞ്ഞു കൊടുത്തു, അബു സൈഫേ തങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ വീട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ആ ഉലയിൽ നിന്ന് വരുന്ന പുകപടലങ്ങളൊന്നും ഹബീബിന്റെ ദേഹത്താവരുത്,
അതൊരു അന്തസ്സല്ലേ, അതൊരു ബഹുമാനമല്ലേ. നീ റെഡിയായിക്കോ, തങ്ങൾ ഇപ്പൊ വരും. അപ്പൊ അദ്ദേഹം ഓലൊക്കെ അടച്ചു പിടിച്ച് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പുകയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക. കുഞ്ഞാണെങ്കിലോ ഉമ്മു സൈഫ് റളിയല്ലാഹു അൻഹയുടെ കയ്യിലാണ് കിടക്കുന്നത്. തങ്ങളുടെ മോൻ മരിയ ബിവിയുടെ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം പിഞ്ചുമോൻ, 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നു. ഖാലൂ ലിഅബി സൈഫ് അർ-റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമുൻ, നബി തങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ ആ ഉലയൊക്കെ ഒന്ന് ഊതിക്കെടുത്തണേ. ഹത്താ യസൂലദ് ദുഖാൻ, ആ പുകയൊക്കെ അവിടെ നിന്ന് ഇല്ലാതെയാവട്ടെ. പുണ്യ നബി വരുമ്പോ വിഷമങ്ങൾ ഉണ്ടാവരുത്. ഹബീബായ തങ്ങൾ വരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആർക്കാണെങ്കിലും കുഞ്ഞെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ ജീവനാണ്. വാപ്പ പറയും എന്റെ മോനാണ്, ഉമ്മയും പറയും എന്റെ മോനാണ്. പക്ഷെ ഉമ്മ അനുഭവിച്ച ലക്ഷത്തിൽ ഒരു വിഷമം വാപ്പ അറിഞ്ഞിട്ടില്ലല്ലോ. ഒരു കുഞ്ഞിന്റെ ജന്മത്തിൽ അറിഞ്ഞോ? ഇല്ല. കുഞ്ഞിന്റെ ജന്മത്തിന്റെ സബബ് അവിടെ നടന്നു, കാരണം നടന്നു. രണ്ടുപേരും കുളി നിർബന്ധമായി കുളിച്ചു. ആ സെക്കൻഡ് മുതൽ വാപ്പ പിന്നൊന്നും അറിഞ്ഞില്ല. വാപ്പക്ക് അല്ലാഹു ഒരു മുച്ചാച്ച നൽകിയത്, ഒരു ആനന്ദമാണ് നൽകിയത്. പക്ഷെ അവിടെ മുതൽ ഒരു ഉമ്മയുടെ വയറ്റിൽ ആ കുഞ്ഞ് ജന്മെടുക്കുകയാണ്. വാപ്പാരുടെ സ്ഥാനം കുറച്ച് കളയല്ല. ഞാൻ വാപ്പയാണ് എന്ന് പറയുന്നതും ഞാൻ ഉമ്മയാണെന്ന് പറയുന്നതും രണ്ടിനും അർത്ഥവ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മോനാണെന്നൊരു ഉമ്മ പറയുന്ന വേദന, ആ ഉമ്മയുടെ ശരീരമാണ് ആ കുഞ്ഞ്, അല്ലേ? ആ ഉമ്മയുടെ ഉദരത്തിലാണ് ആ കുഞ്ഞ്. അവിടെ ഉമ്മക്ക് ഛർദിയാണ്, കാലിന് ഞരമ്പ് വരിക്കോസ് വന്നിട്ടുണ്ട്. പിന്നെ കിടക്കാൻ പറ്റിയിട്ടില്ല, ഇഷ്ടിക വെച്ച് കാല് പൊക്കിയിട്ടാണ് ആ പെണ്ണ് കിടന്നുറങ്ങിയത്. ഉറക്കം വരാറില്ല, ഭക്ഷണം സ്മെല്ല് ചെയ്യുമ്പോഴേക്കും ഛർദിക്കുകയാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി വരിക എന്ന് പറഞ്ഞാൽ എത്ര ടെൻഷനാണ്. നാളെ ഡോക്ടറെ കാണുന്നു, അവിടെ പോയി കുറേ ഇരിക്കണം, കുറേ ടെസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ ചൂടെടുക്കുന്നു, വിയർക്കുന്നു, ഡോക്ടറെ കാണാൻ കിട്ടൂല, കുറേ കാത്തിരിക്കുന്നു, കുറേ വിശക്കണം, എന്തൊക്കെ പ്രയാസമുണ്ട് പോയി വരാൻ. അങ്ങനെ എത്ര തവണ പോയി വരണം, എങ്ങനെയൊക്കെ വിഷമിക്കണം. എന്നിട്ട് ആ പ്രസവം നടക്കുന്ന സമയം അല്ലാഹുവേ, പുണ്യ നബി ഞങ്ങൾ അതുകൊണ്ടാ ആരോടാ ഞാൻ നബിയെ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് ഏറ്റവും നല്ല പെരുമാറ്റം. ജീവിതത്തിൽ നിങ്ങൾ ആരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മാനേജറോട്, നിങ്ങളുടെ ജോബ് തന്ന എംപ്ലോയറോട്, നിങ്ങളുടെ ടീച്ചറോട്, അധ്യാപകനോട്, ഗുരുനാഥനോട്, തങ്ങളോട്, സയ്യിദിനോട് ഒക്കെ നമ്മൾ നന്നായിട്ട് പെരുമാറും, അല്ലേ? ഇതിലേറെ നന്നായി പെരുമാറേണ്ട ഒരാൾ ആര്? നിങ്ങളുടെ ഉമ്മ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഉമ്മ അതിനും മീതയാണ്. അപ്പൊ ചോദിച്ചു നബിയെ, അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ, രണ്ടാമതും നിന്റെ ഉമ്മ. പിന്നെ ആരാ നബി? ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ, നിന്റെ ഉമ്മ തന്നെ 3 തവണ. പിന്നെ ആരാ നബിയെ? അബൂക്ക്, നിന്റെ പിതാവെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ താലോലിച്ച് ഗർഭം ചുമന്ന്, അത് മാത്രോ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ 2-3 കൊല്ലം ആ ഉമ്മമാർക്ക് നല്ലൊരു വസ്ത്രമിട്ട് നടക്കാൻ സമയമല്ല, പറ്റില്ല. ഈ കുഞ്ഞിനെ നോക്കണം. ആ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗം, അവർക്ക് വേണ്ടിയുള്ള ഉറക്കൊഴിക്കല്. അല്ലാഹുവേ, അല്ലാഹുവേ, നമ്മുടെ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം റബ്ബേ, അവർ ചെയ്യുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉമ്മമാരുടെ റഹ്മത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ എന്നെ പോറ്റി വളർത്തിയിരുന്ന പോലെ എൻ്റെ മാതാപിതാക്കളോട് റഹ്മത്ത് കാണിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാ പെൺകുട്ടികളെ പ്രായപൂർത്തിയായി, +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ തുടങ്ങി ഒന്ന് കാമുകന്റെ കൂടെ ഓടാം എന്നൊക്കെ നോക്കുമ്പോഴേ ഒന്ന് ആലോചിക്കുക, ഒരു കാമുകൻ നിന്റെ ഉമ്മ നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയൂല. Believe me, you can trust me. No one can love you the way your mom can love. ആർക്കും ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ ഉമ്മയെപ്പോലെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഈ പരിപാടിക്ക് നടക്കല്ലേ, നിന്റെ പിതാവിനെ വേദനിപ്പിച്ച് നടക്കല്ലേ. ഖുർആനിൽ വാപ്പയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് വാപ്പയുടെ വശങ്ങൾ ഖുർആൻ പറഞ്ഞില്ല.
അത് ബഹുമാനിക്കേണ്ടെന്നല്ല പറഞ്ഞത്. കാരണം വാപ്പയെ നമ്മൾ കാണുന്നുണ്ട്. വാപ്പയാണ് ഭക്ഷണം തരുന്നത്, വാപ്പയാണ് ജോലിക്ക് പോകുന്നത്, വാപ്പയാണ് ആശുപത്രിയിൽ പേ ചെയ്യുന്നത്, ഉപ്പയാണ് കൈപിടിച്ച് നടത്തുന്നത്. ഇതൊക്കെ ഉപ്പ ചെയ്യുന്ന സേവനമാണ്. പക്ഷെ ജനിച്ച നമ്മള് ഉപ്പ ഇങ്ങനെ അധ്വാനിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഉമ്മപ്പം എന്തേ ഉപ്പ കൊണ്ടുവരുന്നത് വെച്ചുണ്ടാക്കി തരുന്നല്ലേ ഉള്ളൂ എന്നേ നമ്മൾ ഉമ്മയെക്കുറിച്ച് കണ്ടുള്ളൂ. അപ്പോഴാണ് അല്ലാഹു ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നിന്റെ ഉമ്മ കഷ്ടപ്പാടിലൂടെ ചുമന്നുകൊണ്ടാണ് നിന്നെ പ്രസവിച്ചത് കേട്ടോ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാ. വാപ്പയുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നുണ്ട്, വാപ്പ കഠിനാധ്വാനം ചെയ്യുന്നത്. ഉമ്മയുടെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു ഇത് പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉപ്പയാണ്. ഹബീബായ നബി തങ്ങൾ ഒരു മുറബ്ബിയാണ്, കുടുംബനാഥനാണ്. മക്കളോട് ഉമ്മ എന്റെ മോനാണെന്ന് പറയുന്നതോട് അതിനോളം ത്യാഗം ഒരു ഉപ്പാക്കില്ലെങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ മക്കൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഒരു സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ ദമ്പതികളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹുവേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. നീ തന്ന മക്കളെ അള്ളാഹുവേ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കി നൽകണമേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പിഞ്ചുമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കുഞ്ഞ് മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. ഫഹമലഹു, കുഞ്ഞിനെ നബി തങ്ങൾ കൈകളിലെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കുഞ്ഞിനെ കിട്ടിയാലും തങ്ങൾ എടുക്കുമായിരുന്നു സ്വല്ലല്ലാഹു. അത് പിന്നെ കുപ്പായത്തെ ചളിയാവൂലേ, കുട്ടി മൂത്രമൊഴിക്കൂലേ, അതൊന്നും ചിന്തിക്കരുത്. അതൊരു സ്നേഹമാണ്. അവിടെ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കരുത്. ചെറിയ കുട്ടികളെ കണ്ട അങ്ങ് എടുക്കുക തന്നെ. ആ മക്കളോടുള്ള സ്നേഹം കാണിക്കണം എന്നാ. ഒരിക്കൽ ഒരു കുഞ്ഞിനെ തങ്ങൾ എടുത്തോ, കുഞ്ഞങ്ങ് മൂത്രമൊഴിച്ചു. അപ്പൊ ആ കുഞ്ഞിന്റെ ഉപ്പാക്ക് ഭയങ്കര വിഷമായി. നബിയെ കുഞ്ഞിനെ തന്നേക്കി എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു കുട്ടി മൂത്രമൊഴിച്ച് കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല പറഞ്ഞു. അവിടെ തന്നെ പിടിച്ചു നിന്നു. ആ കുട്ടി ശരിക്കും മൂത്രമൊഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് കുട്ടിയെ കൊടുത്ത് തങ്ങൾ വസ്ത്രം പോയി കഴുകി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് എന്റെ കുട്ടി ഇതാ മൂത്രമൊഴിച്ചു, വലിയ വസ്വാസമുള്ളവരുണ്ടാവും. റബ്ബേ കുട്ടി ഉണ്ടെങ്കിൽ ആ പൊരേ പിന്നെ നിസ്കരിക്കുന്നല്ല. എന്താ ചെയ്യാ വസ്വാസം. ദിജ്ല നദിയിൽ മുങ്ങിക്കുളിച്ചിട്ട് അബൂബക്കർ ബാഖില്ലാനി തങ്ങളോട് വന്നിട്ട് ഒരാൾ പറയാ, പൊന്നാര ശൈഖ് അവറുകളെ, ഈ നദിയിൽ കുളിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി നനഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? വസ്വാസാണ്, നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ഭ്രാന്തന്മാരല്ലേ പറയുള്ളൂ ഇങ്ങനെ. ഭ്രാന്തന്മാർക്ക് നിസ്കാരമല്ലല്ലോ, നിങ്ങൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി വസ്വാസ കാണിക്കുക. ഇവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടാവോ, ആ കുട്ടിയിലെ നടന്നു പോയിട്ടുണ്ടാവോ, നിങ്ങൾ കണ്ടോ? അവിടെ നജസുണ്ടോ? നജസിന്റെ ഐന് നിങ്ങൾ കാണുന്നുണ്ടോ? അതിന്റെ അഥർ കാണുന്നുണ്ടോ? എന്നിലത് വൃത്തിയാക്കിയിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഉണ്ടാവോ ഇല്ല, ഒരു നായങ്ങാൻ ഇതിൻ്റെ വരാന്തി കൂടെ നടന്നു പോയിട്ടുണ്ടാവോ, എന്നിട്ട് മുറ്റം മുഴുവൻ മൊട്ടടിച്ച് കഴുകുക. ഇതിനൊക്കെ പിരാന്ത് നല്ലാണ്ട് എന്താ പറയാ? പുണ്യനബി തങ്ങൾ ഒരു കുഞ്ഞിനെയും അങ്ങനെ വെറുപ്പോടെ കണ്ടിട്ടില്ല. തങ്ങൾ എപ്പോഴും മക്കളെ എടുക്കും, കൈകളിൽ വാരിയെടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രമൊഴിച്ചെന്ന് വിചാരിച്ചിട്ട് എന്താ? പമ്പേഴ്സൊക്കെ ഇപ്പോഴല്ലേ, പമ്പേഴ്സ് ഡയാപ്പർ എന്നാ പറയല്ലേ. പമ്പേഴ്സ് കമ്പനിക്കാർക്ക് വലിയ കിട്ടല, പണ്ട് കോൾഗറ്റ് പറഞ്ഞ പോലെ. ഡയാപ്പർ ഇപ്പം നമ്മൾ ഇപ്പോഴല്ലേ ഇട്ടുകൊടുക്കാൻ തുടങ്ങിയത് കുട്ടികൾക്ക്. മുമ്പൊന്നും അതില്ലല്ലോ. അന്ന് അമ്മായിമാരൊക്കെ സമ്മതിക്കൂല, അത് ഭയങ്കര ചൂടാ, കേടാ കുട്ടിക്കെന്ന് പറഞ്ഞ് കൊടുക്കാൻ വിടൂല. പണ്ട് മിക്സിയിൽ അരക്കാൻ വിടാത്ത ഉമ്മാരൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത്. ഈ എത്ര വലിയ പൗരത്വമൊന്നും ആയിട്ടില്ല, കല്ലുമ്മ പോയി വരച്ചാൽ മതി. ഇപ്പൊ അതൊക്കെ ശീലമായി, ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ? അപ്പോ കുറെ കൂടെ വൃത്തി കൂടുതലുള്ള സമയമാണ് ഇപ്പോ. മക്കളെടുക്കണം, തങ്ങളുടെ ഒരു ചര്യയാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹമലഹു, അവിടുത്തെ പുണ്യമോനെ നബി തങ്ങൾ കൈകളിലെടുത്തു. വശമ്മഹു, ആ കുഞ്ഞിനെ നബി തങ്ങൾ മുത്തിമണത്തു. വഖബ്ബലഹു, ആ കുഞ്ഞിനെ നബി തങ്ങൾ ചുംബിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഒരു പിഞ്ചു പൈതലിനെ, അത് ഹബീബിന്റെ മോനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകളെടുത്ത മോന് ഇങ്ങനെ മരണത്തിന്റെ വെപ്രാള വിഷമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നെഞ്ചിലേക്ക് കുഞ്ഞിനെ ചേർത്ത് വെച്ചുകൊണ്ട് കരഞ്ഞു. നബി തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. ഹബീബായ നബി തങ്ങളും കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റുന്നില്ല. നബി തങ്ങൾക്ക് വിഷമമായി. സ്വഹാബികൾക്ക് അത്ഭുതമായി. വഖാലു, അവർ ചോദിച്ചു, ഹാദാ വഅൻത റസൂലുള്ളാഹ്, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ ദൂതരല്ലയോ? അങ്ങനത്തെ അങ്ങ് ഇങ്ങനെ ചെയ്യുകയോ, അങ്ങ് കരയുകയോ, അങ്ങ് കരയുകയോ, അങ്ങ് കണ്ണുനീര് പൊഴിക്കുകയോ, അങ്ങ് റസൂലല്ലേ?
ഹാദാ അൻത യാ റസൂലല്ലാഹി തബ്കി, അങ്ങ് റസൂലല്ലയോ, അങ്ങ് കരയുകയാണോ നബിയേ എന്ന് പുണ്യ നബിയോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി, അലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ, ഞാൻ പറഞ്ഞു തരാം. ഈ കരച്ചിലിന് വിരോധമില്ല, ഈ സങ്കടപ്പെടുന്നതിന് ഒരു കുഴപ്പവുമില്ല, ഈ കണ്ണിന്ന് വരുന്ന കണ്ണുനീരുകൾക്ക് വിഷമമില്ല. തങ്ങൾ നോക്കണേ, എപ്പോഴും ഇർഷാദ് ചെയ്യുകയാണ്, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു വിഷമമുള്ള സമയം അവിടെ പോയി തിരുത്തി കൊടുക്കുക, പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി, തങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം. അപ്പോഴേ തങ്ങൾ ഇടപെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ പ്രത്യേകതയാണ്. ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ, കണ്ണിന്റെ കണ്ണുനീര് കൊണ്ട് അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. കണ്ണിന്റെ കണ്ണുനീര് സങ്കടപ്പെടുന്നത് സ്വാഭാവികമാണ്. നമ്മൾ വിഷമിച്ച് കരയും, കണ്ണുനീര് വരും. ആ കണ്ണുനീര് കൊണ്ട് അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. വലാ ബിഹുസ്നിൽ ഖൽബ്, ഹൃദയത്തിന്റെ സങ്കടം കൊണ്ടും അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല. മനുഷ്യനല്ലയോ, സങ്കടം വരും. ഹൃദയം ലോലമായ ആളുകൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതൊന്നൊരു കുഴപ്പമില്ല. മനസ്സ് ശുദ്ധമായതിന്റെ അടയാളമാണ്, തെളിമയാർന്ന മനസ്സിന്റെ ഉടമയാണെന്നതിന്റെ അടയാളമാണ്. കടുത്ത ഹൃദയമുള്ളവർക്ക് കരയാൻ പ്രയാസം, കരയാൻ കഴിയില്ല. നേർത്ത ഹൃദയമുള്ളവർ പെട്ടെന്ന് കരയും. ഒരു കാര്യം പറയുമ്പോഴേക്കും കരഞ്ഞു പോകും, സങ്കടം വരും, മനസ്സിന് ദുഃഖം വരും. വലാകിൻ യുഅദ്ദിബു ബിഹാദാ ഔ യർഹമു, എന്നാൽ അല്ലാഹു ശിക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നാവിലേക്ക് വിരൽ ചൂണ്ടി നബി തങ്ങൾ. ഈ നാവ് കൊണ്ട് പറയുന്നതിനാണ് അല്ലാഹു ശിക്ഷയും രക്ഷയും നൽകുന്നത്. വഅശാറ ഇലാ ലിസാനിഹി, ഹബീബിന്റെ നാവിലേക്ക് നബി തങ്ങൾ കൈനീട്ടുകയുണ്ടായി. ഇന്നൽ ഖൽബ ലയഹ്സൻ വ ഇന്നൽ ഐന ലതദ്മ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം വരും. അല്ലാഹുവിന്റെ ഒരു ഖളാ വന്നിരിക്കുകയാണ് ഇവിടെ, റബ്ബിന്റെ ഖളാ ആണ്. അവിടുന്ന് ഒരു ആൺകുട്ടിയും പ്രായപൂർത്തി പോട്ടെ 2 വയസ്സിനപ്പുറത്തേക്ക് അവിടുത്തെ ആൺകുട്ടികളിൽ ആരും സർവൈവ് ചെയ്തില്ല എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. പെൺകുട്ടികളൊക്കെ 4 പേരും കല്യാണം കഴിച്ചു പോയി, ആൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ മരിച്ചു, കൊച്ചു പ്രായത്തിൽ മരണപ്പെട്ടു. എന്തുകൊണ്ടെന്നറിയോ? എങ്ങാനും തങ്ങൾക്ക് ശേഷം തങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മകനിൽ പ്രവാചകത്വം ആരോപിക്കുവാനോ കെട്ടിവെക്കുവാനോ ആളുകൾ ആവേശത്തോടുകൂടെ മുന്നോട്ട് വരും. തങ്ങളിലൂടെ അല്ലാഹു നബുവത്തിനെ മുറിച്ചു കളഞ്ഞു, ഇനിയൊരു വേറെ നബിയില്ല, ലാ നബിയ ബഅദി എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനത്തെ സാർത്ഥമാക്കാനാ തങ്ങൾക്ക് ആൺമക്കൾ ജീവിച്ചിരിപ്പില്ലാതെ പോയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പെൺകുട്ടികളെ ഉള്ളൂ. ഇന്നൽ ഐന ലതദ്മ ഇന്നൽ ഖൽബ ലയഹ്സൻ വ ഇന്നൽ ഐന ലതദ്മ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. കണ്ണുകൾക്ക് കരച്ചിൽ വരും, ഹൃദയത്തിന് തേങ്ങൽ വരും, എന്നാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മുടെ നാക്കുകൊണ്ട് പറയുകയുള്ളൂ. എന്ത് പറയരുത്? എന്താ പടച്ചോനെ നീ എന്നോട് മാത്രം ഇങ്ങനെ? എനിക്ക് ആകെ ഒരു കുഞ്ഞുണ്ടായത് 15 കൊല്ലം കഴിഞ്ഞിട്ട്. ഓരോ കൊല്ലവും പ്രസവിക്കുന്നതിന്റെ അയൽപക്കത്തെ പെണ്ണോൾക്ക് 12 മക്കളില്ലേ, അവരാർക്കൊരു കുഴപ്പമില്ലല്ലോ റബ്ബേ. 15 കൊല്ലം കാത്തിരുന്ന് ഒരുപാട് ചികിത്സ ചെയ്ത് കിട്ടിയ എന്റെ മോനെ തന്നെ നീ കൊണ്ടുപോയോ? അങ്ങനെയൊന്നും പറയല്ലിൻ. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ പറയാവൂ. അതുകൊണ്ട് കണ്ണ് കരയുന്നതോ മനസ്സ് വേദനിക്കുന്നതോ ഒരു പ്രയാസമല്ല, അതൊരു അദാബോ ശിക്ഷയോ ഉള്ള വിഷയമല്ല. വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. ഇബ്രാഹിം എന്ന മോനെ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും സങ്കടമുണ്ട് മോനെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നലഹു മുർളിഅൻ തുക്മിലു റളാഅഹു ഫിൽ ജന്ന. എന്റെ കുഞ്ഞ് മുലപ്പാൽ കുടിച്ച് തീർന്നിട്ടില്ല, പ്രായമാകുമ്പോൾ മരിച്ചുപോയി. എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ ഇനി പൂർത്തിയാക്കാൻ സ്വർഗീയ സുന്ദരിയായൊരു ഉമ്മയെ അല്ലാഹു എന്റെ കുഞ്ഞിന് വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹബീബിനുണ്ടായ ഒരു മുസീബത്തിനെ തങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ ഉദാഹരണം. ഈ മോന് മരണപ്പെട്ടപ്പോഴാണ് സൂര്യഗ്രഹണമുണ്ടായത്. അതേ ദിവസം. അപ്പൊ ആളുകൾ ഇങ്ങനെ പറഞ്ഞു,
ഇത് ഉണ്ടാവാൻ കാരണം ഹബീബിന്റെ മോൻ വഫാത്തായതാണ് കാരണം. ഹബീബിന്റെ മോൻ വഫാത്തായതിന്റെ പേരിലാണ് സൂര്യൻ അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് വന്നു. ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം, അത് ദുഃഖമുള്ള ദിവസമാണ്, മനസ്സ് വേദനിക്കുന്ന ദിവസമാണ്. എന്നാലും ഹബീബായ തങ്ങൾ എഴുന്നേറ്റ് വന്നു, ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു എല്ലാവരും വരിൻ. അങ്ങനെ നബി തങ്ങൾ മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് ഖുതുബ നിർവഹിച്ചു. എന്താണ് കുസൂഫ് നിസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇന്ന ശംസ വൽ ഖമർ ആയതാനി മിൻ ആയാതില്ലാഹ്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. പടച്ചതമ്പുരാൻ എന്ന സൃഷ്ടാവ് ലോകത്തിനുണ്ട് എന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലും പകലിലും വിളിച്ചു തരുന്ന, നിങ്ങളെ അറിയിച്ചു തരുന്ന ദൃഷ്ടാന്തമാണ്, മിറക്കിളാണ് സൂര്യനും ചന്ദ്രനും. ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി, ഒരാളുടെ ജന്മമോ മരണമോ സംഭവിക്കുമ്പോഴല്ല സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അത് അല്ലാഹു നിശ്ചയിച്ചു വെച്ച ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അതൊരു കുഞ്ഞിന്റെ ജനനമോ മരണമോ അതിന് കാരണമല്ല. തങ്ങൾക്ക് ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോ ഫേക്കായിട്ട് ഇങ്ങനെ അഭിമാനം ഉണ്ടാക്കുന്ന സാഹചര്യം കാണും. അങ്ങനെ ഒരാൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാം, കണ്ടില്ലേ എൻ്റെ കുട്ടി മരിച്ചപ്പോ ദാ സൂര്യഗ്രഹണം ഉണ്ടായി, എൻ്റെ കുട്ടി ആരങ്ങൾക്ക് മനസ്സിലായോ എന്ന് സാധ്യതയേറിയ ഒരു സാഹചര്യം. പുണ്യനിബിതങ്ങൾ മഅദല്ലാഹ് വഹശാ ലില്ലാഹി അൻ യഖൂൽ, പുണ്യനിബിതങ്ങൾ അതൊന്നുമല്ലല്ലോ പറഞ്ഞത്. എൻ്റെ കുട്ടി ജനിച്ചത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ അല്ല സൂര്യഗ്രഹണം ഉണ്ടായത്, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച് പറഞ്ഞു പോവണ്ട, ഇത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നമുക്ക് കുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം. സൂര്യഗ്രഹണത്തിന്റെ നിസ്കാരം അതാണ് കുസൂഫ്. ചന്ദ്രഗ്രഹണത്തിന്റെ നിസ്കാരത്തിന് ഖുസൂഫ് എന്ന് പറയും. കുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരം നിർവഹിക്കുന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോ ഇബ്രാഹിം എന്ന പൊന്നുമോൻ വഫാത്തായ അതേ ദിവസം ഇബാദത്തിന് മുടക്കം വരരുത്. കല്യാണത്തിന് നിസ്കരിക്കാതെ ഉദയാപ്പിളും ബുധനുമാണെങ്കിൽ പിന്നെ എങ്ങനെ ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുക? ആ കുടുംബ ജീവിതത്തിൽ ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ, ഇതൊക്കെ ദുഹർക്കാണ്. രണ്ടാൾക്കും നിസ്കരിക്കേണ്ട നേരാ. പുരുഷന് ഇപ്പൊ എന്തായാലും നിസ്കരിക്കണം. ഞോൾക്ക് നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ ഒരു നിസ്കാരമില്ല. അല്ല വർക്കത്ത് ചെയ്യട്ടെ ബാറക്കല്ലാഹു ലക്കുമാ എന്ന് പറഞ്ഞ് അവിടെ ഗ്രീറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം? എങ്ങനെ ബർക്കത്തുണ്ടാവുക? ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. കല്യാണത്തിന് നിസ്കരിക്കണം. തക്കാരാണ് നിസ്കരിക്കണം. റൂഹ് ബോധം ദേഹത്തുള്ള സമയത്തോളം നിസ്കാരം നിർബന്ധമാണ്. പെണ്ണുങ്ങൾക്ക് പിന്നെ അവരുടെ ആ മഅദൂറായ സമയം ഒഴികെ ആ ദിവസം പുണ്യനബി എക്സ്ട്രാ നിസ്കാരം, കുസൂഫ് നിസ്കാരം. മോൻ മരിച്ച ദിവസമാണത്. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. കല്യാണത്തിന് പോകുമ്പോൾ എന്താ നിസ്കരിക്കാന്ന് പറയാം? മേക്കപ്പ് പോകുമെന്നുള്ള പേടി കൊണ്ടാ പെണ്ണുങ്ങൾ അധികം നിസ്കരിക്കാത്തത്. മഅദല്ലാഹ്, പടച്ചോനെ, മേക്കപ്പ് പോകും. എന്തിനാ ഈ ഫേക്ക് പരിപാടി? ആ ഒറിജിനൽ പോലെ എന്നാ പോരെ. ആരെയാ നമ്മൾ കബളിപ്പിക്കും? ഇനി കണ്ട ഓളെ കോലം കണ്ട് ഇന്നലത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരട്ടോ, ഇതാ ഉള്ളതെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ എന്തിനാ നിങ്ങളെ അപമാനപ്പെടാൻ നിൽക്കേണ്ട കാര്യം? ആ ഉള്ളതുപോലെ വൃത്തിയിലും നല്ല വെടിപ്പിലും നടന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒന്നു കൊടുക്കാൻ പേടി, മുഖം നനക്കണ്ടേ? അപ്പോൾ കേടുവരൂലേ? ചിലർക്ക് പിന്നിങ്ങനെ കുറേ കുത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. ളുഹറും കള്ളാവ്, അസറും കള്ളാവ്, മഗ്രിബും കള്ളാവ്, എന്ത് പിന്നു കുത്താം. അള്ളാൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ എന്ത് നിസ്കരിക്കാത്തത്? എൻ്റെ മുടിപ്പിന്ന്. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അതിൻ്റെയൊക്കെ മറുപടി? അള്ളാൻ്റെ മലക്കുകളുടെ അടുത്ത് കിട്ടൂലേ അടി? മുടിപ്പിന്ന് പേടിച്ചിട്ട് അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഒരു ഇബാദത്ത് ചെയ്യാതിരുന്നു. അത് കുത്തണ്ടേ, മഫ്ത കുത്തണ്ടേ, കുത്തരാത്ത കാര്യം പറയും വേണ്ട. ഇങ്ങനത്തെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ ഇബാദത്ത് നഷ്ടപ്പെടുമ്പോൾ പുണ്യനിബിതങ്ങൾ ഒരു മുസീബത്ത് വന്ന നേരത്ത്, അള്ളാഹുവിൻ്റെ ഒരു ബലാ, അള്ളാഹുവിൻ്റെ ഒരു ഇബ്തിലാ സംഭവിച്ച നേരത്ത് എക്സ്ട്രാ നിസ്കാരം, കുസൂഫിന്റെ സുന്നത്ത് നിസ്കാരം ജമാഅത്തായി പുണ്യനിബിതങ്ങൾ നിർവഹിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ നിബിതങ്ങളുടെ ഈ മനസ്സിനുള്ളിൽ നിന്ന് വന്ന ആ ഒരു പ്രാർത്ഥന, ഹബീബായ നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരു ആശയം, ഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം വരും. തങ്ങൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഇത് കരുണയാണ് സഅദേ. തങ്ങളുടെ മറ്റൊരു മോൻ വഫാത്താകുമ്പോ
സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അങ്ങ് കരയുകയാണോ? സഅദേ സഅദേ ഇന്നമാ ഹിയ റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമാ. സഅദേ, ഇത് അല്ലാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുത്ത കരുണയാണ്. സഅദേ, ഞാൻ ഈ കരയുന്നത് കരുണയാണ്, റഹ്മത്താണ്. അല്ലാഹുവിന്റെ അടിമകളിൽ റഹ്മത്ത് ചെയ്യുന്നവരോടെ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകൂ. ഇത് അല്ലാഹു എൻ്റെ ഖൽബിൽ തന്ന റഹ്മത്താണ്. അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ വന്ന് ഹബീബിൽ നിന്ന് ദർസ് പഠിക്കാൻ വേണ്ടി വന്നപ്പോ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികള്, ഫാത്തിമ ബീവിയുടെ മക്കള് രണ്ടുപേരിങ്ങനെ ഓടിക്കളിച്ച് ഹബീബിന്റെ ദേഹത്ത് വന്ന് കയറുന്നു, മറിയുന്നു. ആ മക്കളെ നബി തങ്ങൾ എടുത്ത് ഉമ്മ വെക്കുന്നു. ഇങ്ങനെ ഉമ്മ വെച്ച് ആ മക്കളോട് നബി തങ്ങൾ താലോലം സ്നേഹം കാണിക്കുമ്പോൾ അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മലയോരങ്ങളിൽ താമസിക്കുന്ന ഒരു ബദുവായിരുന്ന മഹാനവറുകൾ തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നലി അശ്റതം മിനൽ വലദ്, ഞാൻ പറഞ്ഞോട്ടെ നബിയെ 10 മക്കളുണ്ട് നബിയെ, എനിക്ക് 10 മക്കളുണ്ട്. ഒരൊറ്റ കുഞ്ഞിനെ പോലും ഞാൻ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല നബിയേ. തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? അഖ്റഅ ഇബ്നു ഹാബിസേ അവ അംലികു അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു നിങ്ങളുടെ ഖൽബിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? നിങ്ങളുടെ ഖൽബിൽ നിന്ന് അല്ലാഹു റഹ്മത്ത് കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ മക്കളെ ഉമ്മ വെക്കുന്നത് പോലും അല്ലാഹു ചെയ്തു വെച്ചത് റഹ്മത്തിന്റെ ഭാഗമാണ്. ആ ഒരു റഹ്മത്ത് അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. من سره أن يبسط له في رزقه وينسأ له في أثره فليصل رحمه. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ജീവിതം അല്ലാഹുവിന്റെ ഖളാഉം ഖദറും മാത്രമാണ്. ആയുസ് പടച്ചതമ്പുരാൻ കണക്കാക്കിയ ആയുസ് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മരിക്കുന്നത്. രോഗം അതിന് കാരണമാവാം, അല്ലാതിരിക്കാം. അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ രോഗമില്ലെങ്കിലും മരണം സംഭവിക്കും. പെട്ടെന്ന് മരിക്കുന്നില്ലേ? ആക്സിഡന്റ് ആവുന്നില്ലേ? എന്തെങ്കിലും ദേഹത്ത് വന്ന് വീഴുന്നില്ലേ? ആയുസ് അള്ളാഹുവിന്റെ മാത്രം ഒരു തീരുമാനമാണ്. നമ്മുടെ വലിയൊരു ടെൻഷൻ, മുസീബത്ത് കഴിഞ്ഞാൽ പിന്നെ റബ്ബേ എനിക്ക് ആയുസ് ഉണ്ടാവുമോ, ഞാൻ എത്ര കാലം ജീവിക്കുക, ഞാൻ എന്നായിരിക്കും മരിക്കുക? ആ മരിക്കുന്ന ഡേറ്റ് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നാൽ ആ ഡേറ്റിൽ 10 കൊല്ലം മുമ്പേ നമ്മൾ മരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആലോചിച്ചിട്ട് അള്ളാഹു അത് അറിയിച്ചു തന്നില്ല, മാക്സിമം പോയിക്കോട്ടെ. പെട്രോൾ തീരാനായിക്കണമെന്ന് ഇങ്ങനെ തോന്നിയാലേ ടാങ്ക് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ വലിയ വിഷമമാണ്. പമ്പില്ലെങ്കിൽ അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ മുതലാളി ഇവിടെ ഇരിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ ഇനി എവിടെ റബ്ബേ ഒരു പെട്രോൾ പമ്പ് കിട്ടുക? ഇനി എന്ന് ഈ വണ്ടി അവിടെ എത്തുമോ ഇല്ലേ? അപ്പോഴേക്കും ബ്രേക്ക് അവിടെ അങ്ങ് സ്റ്റക്കായി പോകുമോ? മീറ്റർ തന്നെ ഇല്ലെങ്കിൽ അങ്ങനെ പോകും ചിലപ്പോൾ. ഇല്ലെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും. ഇനിയിപ്പോൾ എപ്പോഴാകട്ടെ? വലിയ വലിയ ദീർഘദൂരങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പറയും വേണ്ട. അള്ളാഹു ആ ഒരു സമയം മറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വലിയൊരു ടെൻഷൻ വരുന്ന ഭാഗം അതാണ്, ആയുസ് ഉണ്ടാവോ ഇല്ലയോ. ഒരു കാര്യം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ, ചെറിയ കുട്ടി, 8-9 വയസ്സ് പ്രായമുള്ള കുട്ടി, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഇബ്നു അബ്ബാസ് നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, പഠിപ്പിച്ചു തരൂ നബിയേ. യഹ്ഫദില്ലാഹ യഹ്ഫദുക്, 9 വയസ്സുള്ള കുട്ടിയോട് നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്. നമ്മളിപ്പോൾ 9 വയസ്സുള്ള കുട്ടിയോട് ഇപ്പോൾ എന്തൊക്കെ പറയാം? നമ്മൾ വല്ലതും പറഞ്ഞു കൊടുക്കാറുണ്ടോ? കാരണവന്മാർ ഓല് ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിമിൽ കൂടിയിട്ട് ഇത് പഠിപ്പിച്ചോണ്ടോ മോനെ ഈ ഇങ്ങനെ കളിക്കണത് എന്ന് അങ്ങോട്ട് ചോദിക്കാൻ നല്ലാണ്ട് നമ്മൾ മുതിർന്നവരിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കുട്ടികൾ കിട്ടുന്നുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് മക്കളോട് സംസാരിക്കണം, മക്കളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. പൊന്നുമോനെ ഇബ്നു അബ്ബാസ് ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുത്തഫഖ് അലൈഹിയായ ഹദീസല്ലയോ ഇത്? ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. 9 വയസ്സുള്ള മോൻ ഇബ്നു അബ്ബാസ് എന്നവര് മഹാനായ ഹബീബിന്റെ കൂടെ ഒട്ടകത്തിന്റെ പിറകിലിരിക്കുന്നുണ്ട്. മോനെ യഹ്ഫദില്ലാഹ യഹ്ഫദുക്. മദ്രസയിലൊക്കെ 3-ാം ക്ലാസ്സിലോ 4-ലോ പഠിക്കുന്ന പ്രായമായിരിക്കും ഇത്.
മോനെ ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യാവൂ മോനെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ആർക്കും നിന്നെ തൊടാൻ പറ്റൂല. നീ നിസ്കരിക്കണം കേട്ടോ മോനെ, അല്ലാഹുവിന്റെ അനുസരണം നീ ചെയ്യണേ, ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ പറ്റൂല. അതിനർത്ഥം അതാണ്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്. പിന്നെ പറഞ്ഞു ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്. മോനെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിന്റെ കണ്ണുകളെ സൂക്ഷിക്കണേ, നിന്റെ മനസ്സിനെ സൂക്ഷിക്കണേ, വാക്കുകളെ സൂക്ഷിക്കണേ. 9 വയസ്സുള്ള മോനോട് പറയാ, തജിദുഹു തുജാഹക്, നിന്റെ റബ്ബായ അല്ലാഹുവിനെ നിന്റെ കൺമുമ്പിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹുവിനെ കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാന്ന്. എന്നിട്ട് പറഞ്ഞു വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിനോട് ദുആ ഇരക്കണേ, പടച്ചവനോട് ദുആ ഇരക്കണേ, പടച്ചവനോട് ചോദിക്കണേ മോനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ, അല്ലാഹുവിന് മാത്രമേ നൽകാനുള്ള അധികാരമുള്ളൂ. വാപ്പയിലൂടെ തന്നാലും, ഒരു ഷെയ്ഖിലൂടെ തന്നാലും, ഒരു നബിയിലൂടെ തന്നാലും, ഒരു മഹാനിലൂടെ തന്നാലും, മാതാപിതാക്കളിലൂടെ തന്നാലും ഇതിന്റെ ഒറിജിനൽ ദാതാവ് അല്ലാഹുവാണ് മോനെ. അഖീദയെ സ്ഥിരപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു മോനെ ഒരു കാര്യം നീ അറിയണം, ലവിജ്തമഅൽ ഇൻസു വൽ ജിന്നു അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മോനെ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു, നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരാം. എല്ലാവരും വിചാരിച്ചു നിന്റെ ആ ഒരു കിഡ്നി സംബന്ധമായ അസുഖത്തിന് നിനക്ക് ചികിത്സിക്കാൻ എല്ലാവരും കൂടി ഒരു ഫണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി നിങ്ങൾക്കൊരു ഭവനം നിർമ്മിച്ചു തരാൻ തീരുമാനിച്ചു. അവരെല്ലാം തീരുമാനിച്ചു, കമ്മിറ്റി ഉണ്ടാക്കി എന്ന് തന്നെ നീ വിചാരിക്കുക. അല്ലാഹു നിനക്ക് നിശ്ചയിച്ചത് മാത്രമേ അവർക്ക് ചെയ്തു തരാൻ കഴിയൂ. അപ്പൊ നീ പറയണ്ട, എന്റെ വീടിന് ഇത്രയല്ലേ, ആകെ 10 ലക്ഷത്തിന്റെ 8 ലക്ഷത്തിന്റെ ബജറ്റായിരുന്നല്ലോ, അതുപോലും എനിക്ക് കിട്ടിയില്ലല്ലോ റബ്ബ്, ആകെ കിട്ടിയത് 50,000 രൂപ, ഞാൻ എന്ത് ചെയ്യാനാണ്, വാടക കൊടുക്കാനല്ലേ ഇതുള്ളൂ എന്ന് പറഞ്ഞ് നീ വിഷമിക്കല്ലേ. അവരെല്ലാവരും കൂടി ചെയ്തത് അവരുടെ പരിശ്രമത്തിനുള്ള കൂലി കൊടുക്കും. പക്ഷേ സംഭവിച്ചത് അല്ലാഹുവിന്റെ ഖളാണ്. പടച്ചവൻ വിചാരിക്കുന്നതേ നിനക്ക് കിട്ടും. എന്നിട്ട് പറഞ്ഞു വലവിജ്തമഉ, ഇനി ഇവരെല്ലാം ലോകത്തുള്ള മനുഷ്യരും മുഴുവൻ കഴിഞ്ഞില്ല, ജിന്നുകളും മനുഷ്യരും ജിന്നുകളും മുഴുവനും കൂടിയിട്ട് അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്കൊരു ഉപദ്രവം ചെയ്യണമെന്ന് തീരുമാനിച്ചു. നിന്നെന്തെങ്കിലും ചെയ്യണം, കൊന്നുകളയെ, വേദനിപ്പിക്കേ, വിഷമിപ്പിക്കേ, എന്തെങ്കിലും അപമാനിക്കേ, എന്തെങ്കിലും ചെയ്യണം തീരുമാനിച്ചു. ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിനക്ക് നിന്റെ ഖളായിൽ റബ്ബ് തീരുമാനിച്ച് എഴുതി വെച്ചത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. അതിനപ്പുറം അല്ലാഹു തീരുമാനിച്ചില്ലെങ്കിൽ ഇവരുടെ ഒരു കുതന്ത്രവും നിനക്കെതിരെ ഫലിക്കുകയേയില്ല. റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർന്നുപോയി മോനെ. വജഫത്തിസ് സുഹുഫ്, ആ പേന കൊണ്ട് മഷി കൊണ്ട് എഴുതിയ പേജുകൾ ഉണങ്ങിക്കഴിഞ്ഞു, അതിലിനി മാറ്റമില്ല, എല്ലാം രേഖപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ദീർഘമായ ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 വയസ്സുള്ള കുട്ടിയോട് സംസാരിച്ചത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ കുട്ടിയുടെ ഖൽബിനുള്ളിലേക്ക് ആരെന്ത് വിചാരിച്ചാലും അവരെ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അല്ലാഹു നിനക്ക് നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ. ആയുസ്സും അങ്ങനെയാണ്. യുദ്ധത്തിന് പോയി വിചാരിച്ച് മരിക്കണം എന്നുണ്ടോ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാളെന്നാണ് നബി തങ്ങൾ വിളിച്ചത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ. യർമൂക്കും മൂസയും അടക്കം ഏതെല്ലാം യുദ്ധങ്ങളിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ പോരാട്ടമുണ്ടായി. എത്രയായിരക്കണക്കിന് ശത്രുക്കളെയാണ് മഹാനവ ഒറ്റക്ക് വകവരുത്തിയത്. എന്നിട്ട് മഹാൻ മരിച്ചതോ ബെഡിൽ കിടന്നുകൊണ്ട്. അല്ലാഹുവേ, ഒരു ഒട്ടകം കിടന്നു മരിക്കുന്ന പോലെ ഞാനിതാ ഇവിടെ കിടന്നു മരിക്കുകയാണ്. എത്രയോ മവാനുൽ മൗത്ത്, മരണം വരുമായിരുന്ന എത്രയോ ഘട്ടങ്ങൾ എനിക്ക് കഴിഞ്ഞു പോയി റബ്ബേ. അവിടങ്ങളിലൊന്നും നീ എനിക്ക് മരണം വെച്ചില്ലല്ലോ. ഞാനിതാ മൂതുകമായ മൂതുൽ ബഈർ, ഒരു മൃഗം മരിക്കുന്ന പോലെ ഞാനിതാ മരിക്കുന്നു റബ്ബേ. കട്ടിൽ കിടന്നുകൊണ്ട് മരിക്കുകയാണ്, എന്നോട് റഹ്മത്ത് ചെയ്യണേ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറയുന്ന ചില വലിയ രംഗങ്ങളുണ്ട്.
അവരുടെ അവസാന രംഗം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ എത്ര വാളിന്റെ മുമ്പിലൂടെ അവിടെ നിന്നും മരിച്ചില്ല. അള്ളാഹു വിധിച്ചത് ബെഡ് കിടന്ന് മരിക്കാനാണ്. അങ്ങനെയാ സംഭവിച്ചത്. യാ അല്ലാഹ്. അതുകൊണ്ട് ആയുസ് അല്ലാഹു നിശ്ചയിച്ചതാണ്. അത് ആരെ കൊണ്ടും എടുക്കാൻ കഴിയില്ല, അള്ളാഹു തീരുമാനിച്ചാലൊഴികെ. സ്വഹാബികളിൽ ഖലീഫമാരിൽ 4 പേരിൽ ഒരാളൊഴികെ 3 പേർ ശത്രുക്കളാൽ വധിക്കപ്പെട്ടവരാണ്. എന്തേ? അള്ളാഹുവിന്റെ ഖദാ അതായിരുന്നു. അതവിടെ സംഭവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, സിദ്ദീഖ് എന്നവര് വലിയ പ്രയാസത്തിലായിരുന്നു. തങ്ങളുടെ വഫാത്തിന് ശേഷം അധികാരം ഏറ്റെടുക്കുമ്പോ മദീനയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും ഒറ്റക്ക് നിന്നൊരു രംഗമുണ്ട്. അന്നാണെങ്കിലോ മുർത്തദ്ദീങ്ങളായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വെമ്പൽ കാണിച്ച ആളുകൾ, സമ്പത്ത് കണ്ട് ദീനിൽ കടന്നു വന്ന ആളുകളുണ്ട്, അവരൊക്കെ പിന്തിരിഞ്ഞു പോയി. ആ ഒരു മുർത്തദ്ദീങ്ങളുടെ വിഷമം മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അന്ന് ഇന്നത്തെ റിയാദിന്റെ പരിസരത്തായിരുന്നു അയാളുടെ വിഹാരകേന്ദ്രം. അവിടെ നിന്ന് നിരന്തരമായി മദീനയ്ക്ക് ഭീഷണിയുണ്ട്. ആ സമയത്താണ് 2000 സ്വഹാബികളെയും കൊണ്ട് വലിയൊരു സൈന്യം പുറപ്പെടുന്നു. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. അവ്വലു സരിയത്തിൻ ബഅസഹാ ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം നടപ്പിലാക്കിയത് പുണ്യനബി പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരുന്ന ഒരു സൈന്യം റോമിന്റെ ഭാഗത്തേക്ക്, തുർക്കിയുടെ ഭാഗത്തേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. അതിന്റെ നേതാവാണ് 17 വയസ്സുണ്ടായിരുന്ന ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. മദീന അങ്ങോട്ട് ഖാലിയായി. ആരാ അവിടെ ഉള്ളത്? സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും, പിന്നെ കുറെ പ്രായമുള്ള വൃദ്ധന്മാരും ഉമ്മമാരും. മദീനയെ ആക്രമിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനെയോ ഖലീഫയെ ഉന്നം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രതിരോധം പോലുമില്ലാതെ മദീനയിൽ കടന്നു വന്ന് സിദ്ദീഖ് എന്നവരെ വകവരുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ മഹാൻ അല്ലാഹു വിധിച്ചത് അൽ മൗതു അലൽ ഫിറാഷ്. എന്റെ ഉമ്മത്തിൽ ചോര ചിന്തി മരിക്കുന്ന രക്തസാക്ഷികൾ വളരെ കുറവാണ്. എന്റെ ഉമ്മത്തിലെ ശുഹദാക്കളിൽ വലിയ ഒരു വിഭാഗം വിരിപ്പിൽ കടന്ന് മരിക്കുന്നവരാണ്, ഒരിറ്റ് ചോര പോലും ചിന്താതെ. എന്നാൽ സ്വന്തം ശരീരത്തിന്റെ ദേഹേച്ഛകളോട്, ശരീരത്തിന്റെ മോശമായ ചിന്തകളോട് പടപൊരുതിയതിന്റെ പേരിൽ സ്വന്തം ശരീരത്തോട് ധർമ്മസമരം ചെയ്ത് പടപൊരുതി മരിക്കുന്ന ശുഹദാക്കളാണവർ. ശത്രുക്കളോട് പടപൊരുതിയവരാവണമെന്നില്ല, സ്വന്തത്തോട് പടപൊരുതുന്നവരും ശുഹദാക്കളാണ്. ആ ശുഹദാക്കളുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോര ചിന്തി മരിച്ച ശുഹദാക്കളുടെ നേതാവാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. എന്തേ? അല്ലാഹുവിന്റെ ഖദാ അങ്ങനെയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു സൈന്യവും കൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോ കാലിൽ ചെരുപ്പ് ധരിക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു എന്ന ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുണ്ട്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിന്റെ ഉപ്പ സെയ്ദ് ഇബ്നു ഹാരിസ ഇന്ന് ജോർഡാനിൽ അന്തവിഷമം കൊള്ളുന്ന കറക്കിൽ, അതായത് മൂത്ത യുദ്ധത്തിലെ പതാക പിടിച്ച സുഹാബി സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സുഹാബി. വലമ്മാ ഖളാ സെയ്ദും മിന്നാ വതറൻ സവ്വജ്നാകഹാ എന്ന് പറഞ്ഞ സെയ്ദ് ഇബ്നു ഹാരിസ, സെയ്ദ് ഇബ്നു സാബിത്ത് എന്നിവരുണ്ട്, സെയ്ദ് ഇബ്നു ആസിം ഉണ്ട്, ഇത് സെയ്ദ് ഇബ്നു ഹാരിസ. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ജോർഡാനിലാണ്. മദീനത്ത് നിന്ന് പോയതാ യുദ്ധം ചെയ്യാൻ. മൂത്ത യുദ്ധത്തിന്. മൂത്ത കിടക്കുന്നത് ജോർഡാനിലാണ്, അമ്മാൻ എന്നൊരു 100-200 കിലോമീറ്റർ അപ്പുറത്ത്. ഹബീബായ തങ്ങളുടെ ഇഷ്ടപ്പെട്ട മോനാണ് സെയ്ദ് എന്നവര്, അവരുടെ മോനാണ് ഉസാമ തങ്ങള്. വാപ്പ നല്ല വെളുവെളുത്ത സുന്ദരനായിരുന്നു. ആര്? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു. നബി തങ്ങളുടെ പോറ്റുപുത്രൻ എന്നാ പറയാ. തങ്ങളുടെ അഡോപ്ഷന്റെ മസല മനസ്സിലാക്കണം. ഇസ്ലാമിൽ അഡോപ്ഷൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണിത്. സാധാരണ നമ്മൾ കുട്ടികളെ ദത്തെടുക്കുന്ന പോലെ അങ്ങ് ആർക്കും ദത്തെടുക്കാൻ പറ്റും, അങ്ങ് ദത്തു മക്കളാവും എന്നൊന്നും മനസ്സിലാക്കരുത്. തബന്നിയുടെ മസലകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അതിലേക്ക് കിടക്കല്ല. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഉമ്മ പാല് കൊടുത്തെങ്കിലേ ആ കുട്ടിയെ സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഉമ്മയെ സംബന്ധിച്ചോളം കുട്ടി ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഒരു അന്യപുരുഷനെ പോലെയാവുന്ന അതിൻ്റെ മസലകളൊക്കെ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. ഏതായിരുന്നാലും സെയ്ദ് റളിയല്ലാഹു അൻഹു ഭയങ്കര സുന്ദരനാ. ഉസാമ തങ്ങൾ എന്ന മോനാണെങ്കിലോ കറുകറുത്ത മോനായിരുന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് ഇതിപ്പോൾ സെയ്ദ് എന്ന ഒരു കുട്ടി തന്നെ ആണോ എന്നിങ്ങനെ ചോദ്യം വന്നു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു,
ലഅല്ലഹു നസ്അതു ഇർഖിൻ. നസ്അതു ഇർഖ് അങ്ങനെ ഉണ്ടാവൂലേ? ചില നല്ല സൗന്ദര്യമുള്ള ഉമ്മയും വാപ്പയാണ്, അല്ല മക്കളെ നിങ്ങളെ കുട്ടികൾ തന്നെയാണോ, അല്ല ഹോസ്പിറ്റലിൽ നിന്നിട്ട് ടാഗ് മാറിപ്പോയതാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തങ്ങളുടെ കാലത്ത് സെയ്ദ് തങ്ങളെ കുറിച്ച്, മകനെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ഭയങ്കര വിഷമം. തങ്ങൾ പറഞ്ഞു അത് സെയ്ദ് എന്നവരുടെ മകൻ തന്നെയാണ്. നസ്അതു ഇർഖിൻ, അത് ഒരു ഞരമ്പണ് വലിച്ചതാണ് എന്ന് പറഞ്ഞാൽ വകീലുള്ള ഇപ്പോൾ മൂത്തമ്മയുടെയോ അമ്മാവൻ്റെയോ എളാപ്പയുടെയോ മൂത്താപ്പ അങ്ങനെ ആരെങ്കിലും ഒരാൾ കറുത്ത നിറത്തിലുണ്ടെങ്കിൽ അവരിലേക്ക് പോയത് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. തങ്ങൾ പറഞ്ഞു അതാണ്. അങ്ങനെയാണ് പിന്നെ ഈ തറവാട് നോക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം മദീനയിൽ വന്നപ്പോൾ സെയ്ദ് എന്നവരും ഉസാമതങ്ങളും മദീന പള്ളിയിൽ ഇങ്ങനെ കിടക്കണം. രണ്ടാളെ കാലും ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്, മേലെ ഒരു പുതപ്പും വെച്ചിട്ട് രണ്ടാളും കിടക്കുക. അപ്പോൾ ഒന്ന് വാപ്പ, ഒന്ന് കറുത്ത കാലാണ്, ഇപ്പുറത്ത് വെളുത്ത കാലാണ്. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ നോക്കുന്നു, കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഈ വാപ്പാൻ്റെ മോൻ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. മൂപ്പർക്ക് അതൊന്നും അറിയില്ല, മൂപ്പരങ്ങനെ പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങ് പറഞ്ഞതുപോലെ ഇത് അയാൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹമാണെങ്കിലോ അറബികളിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്, നെസബ നോക്കുന്ന ഒരു മനുഷ്യനാണ്, കുടുംബ തറവാടിന്റെ സിൽസിലയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് കൺഫർമേഷൻ, DNA ടെസ്റ്റ് ഒന്നും പിന്നെ ആവശ്യമില്ല, അത്രക്കും ആക്യുറേറ്റ് ആണ് ആ മനുഷ്യന്റെ വാക്കുകൾ. അപ്പൊ തങ്ങൾ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ നിങ്ങളോട് അത് തന്നെയല്ലേ പറയാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മക്കൾക്ക് നിറവ്യത്യാസം വരുന്നതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് നബി തങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറുകറുത്ത മനുഷ്യനായിരുന്നു. അന്ന് 17 വയസ്സ്, നമ്മൾ +2 കുട്ടീൻ്റെ പ്രായമായിരിക്കും. ആ കുട്ടിയാണ്, കുട്ടീനെ ഞാൻ പറയല്ല, യങ് അഡൽട്ട്സ്, അവരുടെ ചെറുപ്പക്കാരനായ ഉസാമ റളിയല്ലാഹു അൻഹുവാണ് 2000-ഓളം വരുന്ന സ്വഹാബികളുടെ നേതാവ്. അതിൽ ആരുണ്ട്? 60-നോടടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ സൈന്യത്തിൽ പോകേണ്ടവരാ. സിദ്ദീഖ് എന്നവർ പിന്നെ ഖലീഫയായിട്ട് മദീനയിൽ നിൽക്കുക, പോരാൻ പറ്റില്ല. പ്രായമുള്ള ഒരുപാട് സഅദ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് തങ്ങളെ പോലെ ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ്, അറബികളിലെ ബുദ്ധിരാക്ഷസൻ, അവരൊക്കെ ഈ സൈന്യത്തിലുണ്ട്. നേതാവോ 17 വയസ്സ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാം, കമ്മിറ്റിക്കാരും വിഷമം വിചാരിക്കരുത്. നല്ല യോഗ്യതയുള്ള ചെറുപ്പക്കാരെയൊക്കെ എന്ത് ചെയ്യണം, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. പ്രായം മാത്രം ഒരു ഇതാക്കി വെക്കരുത് എന്നാണ്. പിന്നെ അങ്ങനെ ആരെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കമ്മിറ്റിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നെഞ്ചു വിരിച്ച് നടക്കും ചെയ്യരുത്, കാരണന്മാരെ ബഹുമാനിക്കും വേണം. അതിനും തെളിവ് ഈ സംഭവം തന്നെയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര അയക്കാൻ, ഖലീഫയാണ്. തങ്ങൾ വഫാത്തായിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. ഭയങ്കര വേദനയിലാണ് മദീന. ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെരുപ്പിടാതെ മദീനയിൽ ഇങ്ങനെ നടക്കണം. ഉസാമ തങ്ങൾ മേലെയാണ്, ഒട്ടകത്തിൻ്റെ മുകളിലാണ്. അവർ റോമിലേക്ക് പോകും. എത്ര ദൂരം പോകണം? അന്ന് റോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പം ഇന്നത്തെ ഇസ്തംബൂൾ. ഏതായിരുന്നാലും ഉസാമ തങ്ങൾ പറഞ്ഞു, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ, നിങ്ങൾ ഈ പണി ചെയ്യരുത്. എൻ്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കേ, ഒന്നുകിൽ ഞാൻ താഴെ ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ മേലെ കയറണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും താഴെ എന്നല്ല. നിങ്ങൾ എൻ്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് നടക്കുകയോ, ഇത് ഞാൻ സമ്മതിക്കൂല, ഞാൻ ഇറങ്ങാൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇറങ്ങാനും പാടില്ല, ഞാൻ എൻ്റെ കയറുമില്ല, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കേ. സാമ അടങ്ങിയിരിക്കും.